It's better if the girls get married like at the age of 27, 28. എൻ്റെ ഫാമിലിയിൽ ഞാനായിരുന്നു ആദ്യം കൺസീവ് ചെയ്തത്, ഈവൻ ബിഫോർ മൈ സിസ്റ്റർ, എൽഡർ സിസ്റ്റർ. ആൻഡ് വെൻ പീപ്പിൾ സേ ഐ തിങ്ക് അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ, എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയേ വരാറുള്ളൂ. ബിക്കോസ് ദേ ഹാവ് ബീൻ സോ സപ്പോർട്ടീവ് ത്രൂവിന്. ഞങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷനോ അങ്ങനത്തെ ഒരു ഒന്നുമില്ല സത്യം പറയാമല്ലോ. കുഞ്ഞു ട്രിപ്പാണെങ്കിലും കുഞ്ഞു പാർക്കിലാണെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനാണെങ്കിലും ലൈക്ക് ഡിന്നർ എവറിത്തിങ്. സോ മോസ്റ്റ്ലി സുനോജ് വിൽ ബി വിത്ത് us. ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട കാര്യം ഫുഡ് ഉണ്ടാക്കണേക്കാളും കാര്യം ഐ തിങ്ക് ഡ്രൈവിങ്. മൂന്നാമത്തെ ആകുമ്പോഴേക്കും ഭയങ്കര എളുപ്പമാണ്. ആ ആളെ കണ്ടാൽ ഞാൻ ചിലപ്പോൾ കുനിച്ചിൽ തിരിക്കും. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് വാസ് വെരി പെയിൻഫുൾ. ദിയ കൃഷ്ണയുടെ വീഡിയോസ് ഇപ്പോൾ ഭയങ്കര ഇതായാലും എല്ലാവരും പറയല്ലോ, ഇത്രയൊക്കെ എൻ്റെ അമ്മ സഹിച്ചല്ലോ. സീരിയസ്ലി പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ പ്രഷർ. നമ്മളിപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആണെങ്കിൽ പോലും പീപ്പിൾ ബി ലൈക്ക് ആ പുള്ളിക്കാരി കൊച്ചുങ്ങളധികം നോക്കുന്നില്ല, കൂടുതൽ ഫോക്കസ് കരിയറില്ല. പക്ഷെ അത് ഒരിക്കലും ബോയ്സിനെ പറ്റി ആരും പറയത്തില്ല. ബിക്കോസ് കുഞ്ഞുനാൾ തൊട്ടേ നമ്മൾ കണ്ട് വളർന്ന ഒരു കാര്യമാണ്, അമ്മയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഐ തിങ്ക് ദാറ്റ് ഷുഡ് ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. ബിക്കോസ് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ഐ തിങ്ക് ഇറ്റ്സ് ഈക്വൽ പാർട്ട്ണർഷിപ്പ്. വെൽക്കം ടു ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ടേൽസ് ആൻഡ് ബിയോണ്ട് ബൈ കോഴിക്കോടൻ ടേൽസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും അതിനുപരി എൻ്റർപ്രണറുമായിട്ടുള്ള അനുഷ ജോർജ് സുനോജാണ്. വെൽക്കം ടു ദ ഷോ മാം. താങ്ക് യു സോ മച്ച് ദിയ. ഓക്കെ, എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ഇതുവരെയായിട്ട് നല്ലതായിട്ട് പോകുന്നു. ഇനി എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. ഗോയിങ് ഗുഡ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണല്ലോ. നമുക്കപ്പോൾ ആദ്യത്തെ ചോദ്യം അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറീസും റീൽസൊക്കെ കാണുമ്പോൾ അവർ നല്ലൊരു ലൈഫാണ് കൊണ്ടുപോകുന്നത്, അതുപോലത്തെ ഒരു ലൈഫ് വേണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഓഡിയൻസ് അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? സോ ബേസിക്കലി ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാണിക്കുന്നത് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാട് ഒന്നും ഞാൻ കാണിക്കാറില്ല. കഷ്ടപ്പാട് ഞാൻ പറയുമ്പോൾ എവ്രിബഡി ഡീൽസ് വിത്ത് ദെയർ കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. അപ്പം പുറത്ത് എനിക്ക് അപ്സെറ്റ് ആവുന്ന കാര്യമോ എനിക്ക് വിഷമം വന്ന കാര്യം ഞാൻ ഒരിക്കലും കാണിക്കാറില്ല. ആൻഡ് ഐ തിങ്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ഐ തിങ്ക് ബി പോസിറ്റീവ് ആൻഡ് സ്പ്രെഡ് ഹാപ്പിനെസ്. ഓക്കെ, അനുഷ ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ സ്വന്തമാണ് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ, ഇപ്പോഴും അങ്ങനെ തന്നെയാണോ അതോ ഇപ്പോൾ അങ്ങനെ അതിന് ഞാൻ ആക്ച്വലി ഒരു ഡിസൈനർ ആയിരുന്നു. ആൻഡ് ഐ ഡിഡ് ദാറ്റ് അൺടിൽ എൻ്റെ 3rd ബേബി വരെ ഉണ്ടായ സമയം വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കോണ്ടന്റ് ക്രിയേഷനിലാണ്. ഡിസൈനിങ് ചെയ്യും, പക്ഷെ ഇപ്പോൾ എൻ്റെ കൊച്ചു പിള്ളേർക്ക് മാത്രമാണ്, പിന്നെ എൻ്റെ ക്ലോസ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന് മാത്രം. പക്ഷേ സ്റ്റാർട്ടിങ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് A to Z മൊത്തം ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് വെരി വെരി ഡിഫിക്കൾട്ട്. സോഴ്സിങ് മാത്രമല്ല, ഡിസൈനിങ്ങും അതിൻ്റെ കുഞ്ഞു ആസ്പെക്ട്സ് അല്ലേ, കൊറിയറിങ് ദ തിങ്സ് ഓൺ ടൈം ആൻഡ് എവറിത്തിങ്. ഇറ്റ് വാസ് എ ലോട്ട് ഓൺ മീ. പക്ഷേ ഐ എൻജോയ്ഡ് ഇറ്റ്. ഐ വാസ് വെരി പാഷനറ്റ് അബൌട്ട് ഡിസൈനിങ്. എൻ്റെ സ്കൂൾ നാൾ മുതലേ ഐ റിമെമ്പർ ഞാൻ കുറേ മുത്തും കുറേ നൂലൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴും ഇരിക്കും തുന്നാനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നല്ല, സ്റ്റിച്ച് ചെയ്യുന്ന ഞാനല്ല കേട്ടോ. എനിക്ക് ടൈലറിങ് യൂണിറ്റിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഐ ലവ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഇപ്പോഴും എനിക്ക് തുടരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഐ റിയലി ഡോണ്ട് ഹാവ് ദ ടൈം ഫോർ മീ ബിക്കോസ് ഐ എം മാനേജിങ് സോ മെനി തിങ്സ് അറ്റ് ഹോം. ഓക്കെ, അപ്പോൾ അനുഷയുടെ സിബ്ലിങ്സിനും ഇതുപോലെ ഇങ്ങനെ ഇതുണ്ടല്ലോ, എൻ്റർപ്രണേഴ്സ് ആണല്ലോ അവരും. അപ്പോൾ അവരായിട്ട് ഹെൽത്തി കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? അത് കുറേ പേര് എന്നോട് ചോദിക്കുന്നത്. ലോട്ട് ഓഫ് പീപ്പിൾ ആക്ച്വലി തിങ്ക് ദാറ്റ് ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടെന്ന്. പക്ഷേ ഇല്ല, സത്യമായിട്ടില്ല. വി ആർ വെരി ക്ലോസ്. കുഞ്ഞുനാൾ മുതൽ തൊട്ടിട്ട് എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ് എൻ്റെ സിസ്റ്റേഴ്സ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ഐ വുഡ് ഡെഫിനറ്റ്ലി ടെൽ മൈ സിസ്റ്റേഴ്സ്. അനീത ജോർജ്, ഹൂ ഇസ് ഇൻ ചെന്നൈ, ഷീ ഈസ് എ സാരി ഓൺട്രപ്രണർ. ഓഞ്ച് എന്നാണ് ചേച്ചിയുടെ ബ്രാൻഡിൻ്റെ പേര്. ഫിസിക്കൽ ബുട്ടീക്കും ഉണ്ട് നമ്മുടെ സ്റ്റെല്ല മാരിസ് കോളേജിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട്. ആൻഡ് അനില ജോർജ്, മൈ യങ്ങർ സിസ്റ്റർ, ഷീ ഈസ് ഓൾസോ ഇൻ ടു ഡിസൈനിങ്. അന്താര എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലാണ് നിമ്മി തുടങ്ങിയിരിക്കുന്നത്. ആൻഡ് ബോത്ത് ഓഫ് ദം ആർ ഡൂയിങ് റിയലി വെൽ. നീച്ചി നിമ്മിയും രണ്ടുപേരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ പോലും ഐ തിങ്ക് ദ ഡൂയിങ് എ ബ്യൂട്ടിഫുൾ ജോബ് ബാലൻസിങ് ബോത്ത് ഓഫ് ദം. എനിക്ക് അതിനുള്ള ടൈമും ഇല്ല, എഫേർട്ട് എടുക്കാനുള്ള ഒരു ഇതിലല്ല ഞാനിപ്പം. സോ യാ, പ്രസന്റ്ലി കോണ്ടന്റ് ക്രിയേഷൻ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 പേരും ഫാഷൻ ഇൻഫ്ലുവൻസിങ് അങ്ങനത്തെ. ഞാൻ പഠിച്ച കോഴ്സ് അതാ. ഐ സ്റ്റഡീഡ് ടെക്സ്റ്റൈൽ ഡിസൈനിങ് ഇൻ സ്റ്റെല്ല മാരിസ് കോളേജ്. ചേച്ചി എടുത്തത് ആക്ച്വലി എക്കണോമിക്സാണ്. ആൻഡ് നിമ്മി ഓൾസോ ടുക്ക് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കോഴ്സ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടം ഫാഷൻ റിലേറ്റഡ് സ്റ്റഫ്. ഓക്കെ, എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെയാണോ നിങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ഡിസൈൻ ചെയ്യാറ്? യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഡിസൈനിങ് കുഞ്ഞിനെ തൊട്ടിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും, എന്തെങ്കിലും കുഞ്ഞൊരു ഇവൻ്റ് ആണെങ്കിലും വലിയ ഇവൻ്റ് ആണെങ്കിലും എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരുടെയും സാധനങ്ങൾ ഞാനാണ് ചെയ്യുക.
എൻ്റെ മദർ ഇൻ ലോ, എൻ്റെ സിസ്റ്റർ ഇൻ ലോ, എൻ്റെ നീസ്, എൻ്റെ നെഫ്യൂ, എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് ഈ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എന്തെങ്കിലും ഒരു ഇവൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്യും, എന്ത് കളർ ഇടണ്ടേ, എന്ത് ഡ്രസ്സ് ഇടണ്ടേ, എന്ത് ജ്വല്ലറി ഇടണ്ടേ. സോ ഐ ലവ് ഫാഷൻ ആൻഡ് ഓക്കെ, എല്ലാവരും ചോദിക്കുന്ന ഒരു റെഗുലർ ചോദ്യമായിരിക്കും, എങ്ങനെയാണ് ഈ 3 കുട്ടികളെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ഈ 3 കുട്ടികളെ നോക്കുക, അങ്ങനെയുള്ളൊരു അതൊരു വലിയൊരു ജോലിയായിട്ടാണോ അതോ ഇറ്റ്സ് സത്യം എൻജോയിങ് ആണോ? പറഞ്ഞാൽ എനിക്ക് എൻജോയ് ചെയ്യുന്ന അവസരങ്ങളുണ്ട്, ചില സമയത്ത് അപ്സെറ്റ് ആവുന്ന അവസരങ്ങളും ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ബേസിക്കലി നമ്മൾ വെക്കേഷനൊക്കെ പോകുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ബിക്കോസ് നമ്മൾ എല്ലാ കാര്യം പ്ലാൻ ചെയ്യണം, അവരുടെ ഡ്രസ്സ് തൊട്ട് അവരെന്താ ഫുഡ് കഴിക്കണേ എല്ലാ കാര്യം. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ പേഴ്സൺ, ഇറ്റ്സ് ലൈക്ക് ത്രീ കിഡ്സ് ഉണ്ടായിരുന്നു. അവരുടെ ആ ഇമ്പോർട്ടൻസ് നമുക്ക് ഒരു ഇതിലും കളയാൻ പറ്റത്തില്ല. 3 പേർക്കും സെയിം കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യണം. ആൻഡ് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മദറിലോ ഫാദറിലോ ഭയങ്കര സപ്പോർട്ടീവ് ആയ കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും വലിയ പ്രോബ്ലംസ് ഇല്ല. ആൻഡ് ഐ എൻജോയ് മദർഹുഡ് എ ലോട്ട്. ജസ്റ്റ് ദാറ്റ് സംടൈംസ് ഒബ്വിയസ്ലി നമുക്ക് ഒരു അലോൺ ടൈം വേണം. ഫ്രം വാട്ട് ഐ നോ ആൻഡ് ഫ്രം വാട്ട് ഐവ് ഹേർഡ് ഐ ഫീൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് കൂടുതൽ പ്രഷർ. നമ്മളിപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആണെങ്കിൽ പോലും പീപ്പിൾ ബി ലൈക്ക് ആ പുള്ളിക്കാരി കൊച്ചുങ്ങളധികം നോക്കുന്നില്ല, കൂടുതൽ ഫോക്കസ് കരിയറില്ല. പക്ഷെ അത് ഒരിക്കലും ബോയ്സിനെ പറ്റി ആരും പറയത്തില്ല. ബിക്കോസ് കുഞ്ഞുനാൾ തൊട്ടേ നമ്മൾ കണ്ട് വളർന്ന ഒരു കാര്യമാണ് അമ്മയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഐ തിങ്ക് ദാറ്റ് ഷുഡ് ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. ബിക്കോസ് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ഐ തിങ്ക് ഇറ്റ്സ് ഈക്വൽ പാർട്ട്ണർഷിപ്പ്. മാരേജ് ആണെങ്കിലും കൊച്ചുങ്ങളെ നോക്കണ കാര്യങ്ങളാണെങ്കിലും ഹസ്ബൻഡും വൈഫും 2 പേര് നോക്കിയാൽ മാത്രമാണ് ഒരു നല്ല ഒരു ഫാമിലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ തിങ്ക് ദ ബോണ്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് താങ്ക്ഫുള്ളി ഐ ഹാവ് എൻ അമേസിങ് ഫാമിലി ഹു റിയലി സപ്പോർട്ട്സ് മീ. ഓക്കെ, വീട്ടിൽ 3 കുട്ടികളുള്ളതുകൊണ്ടാണോ ഇപ്പോൾ 3 കുട്ടികൾ മതി അങ്ങനെയുള്ള ഒരു? എനിക്ക് കുഞ്ഞുനാൾ തൊട്ടിട്ട് ഗേൾസ് ഭയങ്കര ഇഷ്ടം ഭയങ്കര ആരും വിശ്വസിക്കത്തില്ല, സത്യമായിട്ടും അത്. അപ്പം ഫസ്റ്റ് ടൈം ഗേൾ ആയപ്പോൾ ഐ വാസ് ഭയങ്കര ഹാപ്പി, സെക്കൻഡ് ടൈം ഗേൾ ആയപ്പോൾ ഭയങ്കര ഹാപ്പി. പക്ഷെ തേർഡ് ബേബി സത്യം പറയില്ല ആക്സിഡൻറ്റിലായിരുന്നു. വി ഡിഡ്ന്റ് പ്ലാൻ, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് ഗോഡ്സ് പ്ലാൻ ടു ഹാവ് വൺ മോർ ഗേൾ ആൻഡ് ദെൻ വി ഹാഡ് ഹർ. I really like girls, to be very honest. പക്ഷേ to be honestly, സുനോജിന് കുറച്ച് വിഷമമുണ്ട്. സുനോജ് ഓൾവേസ് വാണ്ടഡ് എ ബേബി ബോയ്. നമുക്ക് എപ്പോഴും നമ്മുടെ സെയിം ജെൻഡറിനോടായിരിക്കുമല്ലോ താല്പര്യം കൂടുതൽ. അപ്പം സുനോജ് കീപ്സ് ടെല്ലിങ് ലൈക്ക് കിയാറിനെക്കാളും മുന്നേ പറയുമായിരുന്നു, ഇത് അറ്റ്ലീസ്റ്റ് ബോയ് ആയാൽ മതിയായിരുന്നു. ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല, ദൈവം തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഐ തിങ്ക് അ ലോട്ട് ഓഫ് പീപ്പിൾ തിങ്ക് ദാറ്റ് ഞങ്ങൾ ബോയിന് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 കിഡ്സിനെ കൺസീവ് ആയത്. ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ. How do you feel to be a 3 girls mom? I am super proud. Super proud. To be honest, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ I love dressing them up. I love spending time with them. അപ്പം സുനോജ് is a hotel ബിസിനസ്സിന് ഉള്ള ആളാണ്. He's a hotelier. So he's a little busy with his work and കാര്യങ്ങൾ. So it's mostly me who spends time with the kids and everything. And I really like it. എല്ലാ ആഴ്ചയും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകും. കുഞ്ഞു ട്രിപ്പാണെങ്കിലും കുഞ്ഞു പാർക്കിലാണെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനാണെങ്കിലും ലൈക്ക് ഡിന്നർ എവറിത്തിങ്. സോ മോസ്റ്റ്ലി സുനോജ് വിൽ ബി വിത്ത് അസ്. പക്ഷേ ചില സമയം സുനോജിന് വരാറില്ല, അപ്പോൾ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകും. ആൻഡ് ദാറ്റ്സ് അനദർ തിങ് ഐ വോണ്ടഡ് ടു ടെൽ. ഐ തിങ്ക് ആസ് എ വുമൻ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട കാര്യം ഫുഡ് ഉണ്ടാക്കണേക്കാളും കാര്യം ഐ തിങ്ക് ഡ്രൈവിങ്. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണമാണ് എനിക്കിഷ്ടം. പക്ഷേ ദെർ ആർ പീപ്പിൾ ഹു ലവ്സ് ഡെലിഗേറ്റിംഗ് ദെയർ വർക്ക്. I'm not saying that's wrong, but എനിക്കിഷ്ടം എൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാനാണ്. ആൻഡ് മോസ്റ്റ്ലി ഐ ഡു എവറിത്തിങ് ബൈ മൈ സെൽഫ്. ലോങ് ഡിസ്റ്റൻസ് എനിക്ക് ഡ്രൈവറുടെ ഹെൽപ്പ് വേണം, ബിക്കോസ് നമുക്ക് ഒബ്വിയസ്ലി ടയേർഡ് ആവുന്ന കാരണം ആളുടെ ഹെൽപ്പ് ഞാൻ ചോദിക്കും. പക്ഷേ അതല്ലാണ്ട് എനിക്ക് കൂടുതൽ കൊച്ചുങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ഐ ലവ് കിഡ്സ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഒരുപാട് ലേഡീസിന് ഒരു ആൻസറബിൾ ആയ ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ 3 പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞല്ലോ, 3 പ്രഗ്നൻസി കഴിഞ്ഞ് 3 കുട്ടികളുടെ അമ്മയൊക്കെയാണ് ഇപ്പോൾ അല്ലേ? അപ്പോൾ ഈ ബോഡി എങ്ങനെയാണ് 3 പ്രസവത്തിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? ഇത് എന്നോടല്ല, എൻ്റെ ഹസ്ബൻഡിനോടാണ് ചോദിക്കേണ്ടത്. അതോ ഞാൻ ലൂസ് ക്ലോത്ത്സ് ഇട്ട കാരണം കാണാൻ പറ്റാത്ത, ഞാൻ നല്ലോണം വണ്ണം വെച്ചിട്ടുണ്ട്, എക്സ്പെഷ്യലി ഓഫ് ദ തേർഡ് വൺ. ഫസ്റ്റ് 2 ഐ അഗ്രി, എനിക്ക് അത്രയും വണ്ണം ഉണ്ടായിരുന്നില്ല. പക്ഷേ അഗൈൻ അത് ഞാനൊന്നും ചെയ്തിട്ടല്ല കേട്ടോ, എനിക്ക് വണ്ണം എൻ്റെ ജീനിലുള്ളതാണ്. മമ്മിക്കും വലിയ വണ്ണമില്ല, ചേച്ചിക്കും നിമ്മിക്കും വലിയ, നിമ്മി ആക്ച്വലി ചെറുതായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. അഗൈൻ ജസ്റ്റ് ലൈക്ക് മീ, ഷീ ഷെഡ് ഹർ വെയിറ്റ് ഫോർ ദ ഫസ്റ്റ് 2. പക്ഷെ ഞാൻ തേർഡ് വൺ വെച്ചിട്ട് വണ്ണം കുറഞ്ഞിട്ടേ ഇല്ല. കുറച്ച് എന്താണ്ട് കുറഞ്ഞു എന്നല്ലാണ്ട് ഐ സ്റ്റിൽ ഹാവ് എ ലോട്ട് മോർ ടു ലൂസ്. എനിക്ക് ഈ ഡയറ്റിങ്ങും എക്സസൈസ് എന്നെ കൊണ്ട് പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഐ നീഡ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഔട്ട് അഗൈൻ.
ഐ തിങ്ക്. എല്ലാവരും പറയുന്നേക്കാം എല്ലാ പ്രഗ്നൻസിയും ഒരുപോലെ അല്ലായിരിക്കും, എല്ലാത്തിനും വേരിയേഷൻസ് ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ ഈ 3 പ്രസവത്തിലും എങ്ങനെയായിരുന്നു വേരിയേഷൻസ് ഒക്കെ വന്നിരുന്നത്? ചിലവർ പറയത്തില്ലേ മൂന്നാമത്തെ ആകുമ്പോഴേക്കും ഭയങ്കര എളുപ്പമാണ്, ആ ആളെ കണ്ടാൽ ഞാൻ ചിലപ്പോൾ കുനിച്ചിരുത്തിയിരിക്കും. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ് വാസ് വെരി പെയിൻഫുൾ. ഐ തിങ്ക് തേർഡ് വാസ് ദ വേർസ്റ്റ് ഇൻഫാക്ട്. അപ്പം ബേബിയുടെ തലയിൽ കോഡ് ചുറ്റി, അപ്പം അത് കാരണം ഷി വാസ് നോട്ട് കമ്മിങ് ഔട്ട്. അപ്പം നല്ല ശക്തിയിൽ വെച്ചിട്ട് ആ ഡോക്ടർ പുള്ളി ചെയ്ത്. സോ ഇറ്റ് വാസ് റിയലി ഹേർട്ടിങ്. എൻ്റെ നോർമലായിരുന്നു. നോർമൽ again നോർമൽ ആരാ വെച്ചതെന്ന് ആളുടെ എനിക്കൊന്ന് കണ്ട് വർത്താനം പറയായിരുന്നു. വൈ വുഡ് ദേ കോൾ ഇറ്റ് നോർമൽ? ഇറ്റ്സ് സോ പെയിൻഫുൾ. ആൻഡ് യാ, സോ ഐ തിങ്ക് എനിക്ക് sorry to I'm interrupting you. I feel as a mother, I started valuing a mother after I became a mother. See, we know that അമ്മമാർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, പക്ഷെ നമ്മൾ ഒരു അമ്മയുടെ വില അറിയുന്നത് അമ്മയായി കഴിയുമ്പോൾ. അപ്പോൾ കുറേ പേര് പറയില്ലേ, ഇപ്പോൾ ദിയ കൃഷ്ണയുടെ വീഡിയോസ് ഇപ്പോൾ ഭയങ്കര ഇതായാൽ എല്ലാവരും പറയില്ലോ, അയ്യോ ഇത്രയൊക്കെ എൻ്റെ അമ്മ സഹിച്ചല്ലോ. സീരിയസ്ലി only after you go for a delivery you will understand how much pain a mom or a girl endures. So it's beyond explanation. എനിക്കത് പറയാൻ പോലും പറ്റത്തില്ല. സോ എൻ്റെ ഫാമിലിയിൽ ഞാനായിരുന്നു ആദ്യം കൺസീവ് ചെയ്തത്, ഈവൻ ബിഫോർ മൈ സിസ്റ്റർ, എൽഡർ സിസ്റ്റർ. പക്ഷേ ദ എമൗണ്ട് ഓഫ് സപ്പോർട്ട് ഐ ഗോട്ട് ഫ്രം ദെം, ലൈക്ക് എ സിസ്റ്റേഴ്സ്, എൽഡർ സിസ്റ്ററും ചേച്ചി അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ കുഞ്ഞു കാര്യം ശ്രദ്ധിക്കാനും ചെയ്യാനും. ആൻഡ് വെൻ പീപ്പിൾ സേ ഓ ഐ തിങ്ക് അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ, എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരാറുള്ളൂ. ബിക്കോസ് യു നോ ദേ ഹാവ് ബീൻ സോ സപ്പോർട്ടീവ് ത്രൂവിന്. ഞങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷനോ അങ്ങനത്തെ ഒരു ഒന്നുമില്ല സത്യം പറയാമല്ലോ. പിന്നെ എന്തെങ്കിലും ഇടയ്ക്ക് വെച്ച് ക്യാറ്റ് ഫൈറ്റ്സ് ഒക്കെ എല്ലാ ഫാമിലിയിലും ഉണ്ടാവാറുള്ളല്ലോ, അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ട്? അത് അഗൈൻ ദാറ്റ് സംതിങ് എവറിബഡി ആസ്ക്സ് ആൻഡ് ടോക്സ് അബൌട്ട്. ബട്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം നല്ല ഹെൽപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ സിസ്റ്റേഴ്സ് ത്രൂ. അത് കാരണം ഇറ്റ് വെൻറ്റ് ഔട്ട് വെരി സ്മൂത്ത്ലി. ആൻഡ് തേർഡ് ബേബിയുടെ സമയത്തും ഐ ഹാഡ് എ നാനി ഹൂ വാസ് ദെയർ വിത്ത് മീ ഫുൾ ടൈം, അതായത് രാവിലെ തൊട്ട് രാത്രി വരെ. ആൻഡ് ഐ വുഡ് സേ കുറേ പേര് ദേ വാസ് ലൈക്ക് അയ്യോ വേണ്ട ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. വെൻ യു നീഡ് ഹെൽപ്പ് യു ഷുഡ് ആസ്ക് ഫോർ ഹെൽപ്പ്. ആൻഡ് ഐ ഫീൽ കേരള ട്രഡീഷനിൽ തന്നെ ദറ്റ് നോഷൻ ഓഫ് പെണ്ണുങ്ങൾ അമ്മ വീട്ടിൽ പോയിട്ട് 2 മാസം അല്ലെങ്കിൽ 3 മാസം താമസിക്കുന്നത്, ഇറ്റ് ഈസ് സോ റോങ്. ബിക്കോസ് ഐ ഫീൽ ആ ഒരു സമയത്തും യു നീഡ് യുവർ ഹസ്ബൻഡ് സപ്പോർട്ട് ഓൾസോ. ഇപ്പോൾ കൊച്ച് അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ജെല്ലായി മാത്രമാണ് 4 മാസം കഴിഞ്ഞിട്ടോ ലൈക്ക് 3 months കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴും ആ ഒരു ബോണ്ടിങ് ഉണ്ടാവത്തുള്ളൂ. ഇപ്പം ഹസ്ബൻഡ് ഇസ് ഇൻ ഹിസ് പ്ലേസ് ആൻഡ് ദ വൈഫ് ഇസ് ഇൻ ഹെർ പ്ലേസ്. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദ ഹസ്ബൻഡ് ടു ബോണ്ട് വിത്ത് ദ ബേബി. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് സഹകരിച്ച് എല്ലാം കാര്യം ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് മച്ച് മോർ കൺവീനിയൻറ്റ് ഫോർ ദ മോം ആൻഡ് ദ ഹസ്ബൻഡ്. സോ ഐ ജസ്റ്റ് ഫീൽ ആ ഒരു ട്രഡീഷൻ ഇൻ ഇന്ത്യ, ലൈക്ക് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു റീതിങ്ക്. ഓക്കെ, അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ആളാണല്ലോ, അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രി ഏതായിരുന്നു? വെരി ഡിഫിക്കൾട്ട് ടു ചൂസ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് കൈൻഡ് ഓഫ് വെക്കേഷൻ ഐ എം ലുക്കിംഗ് അറ്റ്. എനിക്ക് കുറച്ച് അഡ്വെഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളാണ്. ആൻഡ് സോ നോട്ട് ജസ്റ്റ് മോർ ഓഫ് ലൈക്ക് റിലാക്സ് ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് മാൽഡീവ്സും സ്വിറ്റ്സർലൻഡ് ഫോർ റിലാക്സിങ് ആൻഡ് ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സ്ഥലം. ഫോർ ഡൂയിങ് സ്റ്റാഫ് ഐ തിങ്ക് ഐ റിയലി ലൈക്ക് സിംഗപ്പൂർ ആൻഡ് മേ ബി ദുബായ് ഓൾസോ. ഓക്കെ, അപ്പോൾ വെക്കേഷനൊക്കെ പോകുമ്പോൾ ട്രിപ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് അനുഷ തന്നെയാണോ അതോ ഹസ്ബൻഡാണോ പ്ലാൻ ചെയ്യാറൊക്കെ? ക്യാഷ് കൊടുക്കുന്നത് പക്ഷെ പ്ലാൻ ചെയ്യുന്നത് ഞാനാണ്. പക്ഷെ റീസെൻ്റ്ലി ഞങ്ങളുടെ മാൾഡീവ്സ് ട്രിപ്പിന് ഡാഡീനെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടെയാണ് കൊണ്ടുപോയത്. ജസ്റ്റ് ദി ഗേൾസ് ആൻഡ് us. പ്ലാനിങ് ആൻഡ് റൂട്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യും. കൂടുതലും ഞാനാ. ചില സമയത്ത് സുനോജ ഹെൽപ്പ് ചെയ്യും, പക്ഷെ എനിക്ക് തന്നെ ചെയ്യാൻ ഇഷ്ടം. അതായത് ഞാൻ എല്ലാം ചാർട്ട് ചെയ്തിട്ട് ഒരു ഏജൻസീനെ ഏൽപ്പിച്ചിട്ട് അവർ ചെയ്യും അങ്ങനെ. അല്ലാണ്ട് ഞാൻ ഇരുന്ന് എല്ലാം അങ്ങനെ സോർട്ട് ചെയ്യാറില്ല. സോ ഐ ലൈക്ക് ഡൂയിങ് ഇറ്റ്. ഐ ലൈക്ക് പ്ലാനിങ് ട്രിപ്സ് ആൻഡ് ഓൾ. അപ്പം കല്യാണത്തിന് മുന്നേ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ദ ഫസ്റ്റ് തിങ് ഐ ടോൾഡ് എനിക്ക് എല്ലാ വർഷവും ട്രിപ്പ് പോകണം. അത് മുടക്കാണ്ട് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഡീൽ വെക്കത്തില്ലേ, 3-4 ഡീൽ, അതിലൊരു ഡീലായിരുന്നു ഇത്. സോ ഐ ടോൾഡ് ഇയർലി വൺസ് എനിക്ക് എവിടെയെങ്കിലും പോകണം. ഇൻ്റർനാഷണൽ ട്രിപ്പ് ഒന്നുമല്ല, ഒരു കുഞ്ഞു ട്രിപ്പ് എവിടേക്കെങ്കിലും. പക്ഷേ ഹി ഡസ് ദാറ്റ് എവറി ഇയർ. ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്യൂട്ട്. അപ്പോൾ നേരത്തെ കല്യാണം കഴിച്ചതാണല്ലോ, അപ്പോൾ ഈ നേരത്തെ കല്യാണം കഴിക്കുന്നതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നൗ ഐ ഫീൽ ഇറ്റ്സ് ബെറ്റർ ഇഫ് ദ ഗേൾസ് ഗെറ്റ് മാരിഡ് ലൈക്ക് അറ്റ് ദ ഏജ് ഓഫ് 27-28. അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്ത് അവരുടെ എല്ലാ ഇഷ്ടങ്ങളൊക്കെ ഫുൾ തീർത്ത് കഴിഞ്ഞിട്ട് ഐ എം നോട്ട് സേയിങ് മാരേജ് കഴിഞ്ഞാൽ ഇറ്റ്സ് എ എൻഡ് ഓഫ് ഇറ്റ്, അങ്ങനെയല്ല. പക്ഷെ ഐ എം സേയിങ് if guys can focus on their career and do what they like, why can't women do the same thing?
ഇപ്പോൾ ഞാനൊരു ഫെമിനിസ്റ്റ് പോലെ ഒന്നും അല്ല പറയുന്നത്, ബട്ട് ഐ റിയലി ഫീൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ലെസ് ഓപ്പർച്യൂണിറ്റീസാണ് ഇൻ ടേംസ് ഓഫ് ജോബ്. സോ ഐ ഫീൽ ആൻഡ് അഗൈൻ വെൻ വുമൻ ഗെറ്റ്സ് പ്രഗ്നൻ്റ് ഓർ സംതിങ്, അതൊരു എന്താ പറയുക, ഒരു ബാരിയറാണ് എന്തൊക്കെ പറഞ്ഞാലും. സോ നോ മാറ്റർ ഹൗ ബ്രോഡ് മൈൻഡഡ് എനിബഡി ഈസ്, ഓക്കെ, വൺസ് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായാൽ ലൈക്ക് അയ്യോ ആൾക്ക് എന്നാൽ പറ്റത്തില്ല എന്നാൽ തോന്നുന്നുള്ളൊരു ഫീലിംഗാണ്. So I feel that should be changed, and I think more women should work even after marriage or even after having babies. ഓക്കെ Just my thought. ഓക്കെ. അപ്പോൾ നല്ല പാട്ടുകാരിയാന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 4 വരി പാട്ട് പാടിത്തരാമോ? മലയാളം വേണം, ഇംഗ്ലീഷ് വേണോ? എന്ത്? Okay, I'll sing a Hindi song then. ഇതെൻ്റെ ട്രേഡ് മാർക്ക് സോങ് ആട്ടോ. ഇതെൻ്റെ സിസ്റ്റേഴ്സ് ഇടുന്ന ശരിക്കും കൊല്ലും. ബിക്കോസ് എന്നോട് നീ എവിടെ പോയാലും ഈ പാട്ട് മാത്രമാണല്ലോ പാടുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. രഹനാ ഹൈ തേരെ ദിൽ മേ ഇല്ലേ, മിന്നലയിലെ ഹിന്ദി വേർഷൻ സാരാ സാര. ചിരിക്കരുത് കേട്ടോ. जरा जरा बहकता है आज तो मेरा तन बदन, मैं प्यासी हूँ मुझे भर ले अपनी बाहों में है मेरी कसम तुझको सनम, दूर कहीं ना जा ये दूरी कहती है पास मेरी आ जा रे, आजा रे, आजा रे. താങ്ക് യു. നൈസ്, നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഹോബീസ്? ഒരു മീ ടൈം ഒക്കെ കണ്ടുപിടിക്കാറുണ്ടോ? എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞു ഡാൻസിങ് ഇഷ്ടമാണ്, സിംഗിങ് ഇഷ്ടമാണ്. എനിക്ക് ആക്ച്വലി മിക്ക സാധനങ്ങളും ഇഷ്ടമാണ്. സ്റ്റിച്ചിങ് ഇഷ്ടമാണ്. കുക്കിംഗ് എനിക്ക് ഭയങ്കര താല്പര്യം. ഇടയ്ക്കൊക്കെ കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഓൺ എ ഡെയിലി ബേസിസ് എനിക്ക് കുക്ക് ചെയ്യാൻ വലിയ ഇഷ്ടമല്ല. ബിക്കോസ് മൈ മദർ ഇൻ ലോ ഇസ് അമേസിങ് കുക്ക്. അപ്പം ഞാൻ എന്നുണ്ടാക്കി കൊടുത്താലും വീട്ടിൽ അത്ര വലിയ നല്ല ഇമ്പോർട്ടൻ്റ് അല്ല. ബിക്കോസ് മൈ മമ്മി ലോ ഇസ് അമേസിങ്. നാട്ടിലത്തെ കറികളല്ലേ, അതായത് പുളിശ്ശേരി, അമ്മച്ചിയുടെ കരിമീൻ, മുളക് മീൻ കറി ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ അത് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ അടുത്ത് പോലും എത്തത്തില്ല. അപ്പം ലൈക്ക് വേറെ എന്തെങ്കിലും കറി, ലൈക്ക് എന്താ പറയുക, ചിക്കൻ ബിരിയാണി, സ്റ്റേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കും. ബിക്കോസ് അത് അമ്മച്ചിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തൊക്കെ ഉണ്ടാക്കും. അതല്ലാണ്ട് നോർമൽ കറീസ് ഷീസ് ടു ഗുഡ്. ഈവൻ മൈ മമ്മിയും അമ്മച്ചിയും ഭയങ്കര നല്ല കുക്കാണ്. എങ്ങനെയാണ്, ട്രഡീഷണൽ ഫുഡ്സ് ആണോ അതോ ജങ്ക് ഫുഡ്സ് ഒക്കെയാണോ ഇഷ്ടം? ഇറ്റ് ഡിപ്പെൻസ് ആക്ച്വലി. എനിക്ക് പുറത്ത് പോകുമ്പോൾ എനിക്ക് കൂടുതലും എനിക്കും സ്റ്റേക്സും പിzzas അങ്ങനെ കഴിക്കാനായിട്ട്. വീട്ടിലാണെങ്കിൽ എനിക്ക് അമ്മച്ചിയുടെ കറികളിൽ ഇഷ്ടം, ഒത്തിരി ഇഷ്ടം. ഓക്കെ. അപ്പോൾ കുട്ടികളുടെ ഫ്രീ ടൈം ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? മൈ കിഡ്സ് ഓൾ ലൈക്ക് ഡ്രോയിങ്ങും പെയിൻറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവരുടെ കൂടെ ഇരുന്ന് ചില സമയത്ത് വരയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് ഈ ഗെയിം ബോർഡ്സ് ഇല്ലേ, ഡോബ്ലർ, സ്നേക്ക് ആൻഡ് ലാഡർ, അങ്ങനെയൊക്കെ ഇരുന്ന് കളിക്കും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ രണ്ടാമത്തെ ആൾ നോറയ്ക്ക് ഭയങ്കര ഇഷ്ടം ഓടി കളിക്കാനായിട്ട്. അപ്പോൾ ചില സമയത്ത് കൂടെ പോകും, ചില സമയത്ത് പറയാം അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമാണ്. എൻ്റെ പിള്ളേർക്കൊക്കെ ഒരു വിചാരമുണ്ട് എനിക്ക് അവരുടെ പ്രായമാണ്. സോ ലൈക്ക് അമ്മ ഞാനിപ്പോൾ ഓടും, എന്നെ വന്ന് പിടിക്കണേ. അപ്പോൾ ചില സമയത്ത് കൂടെ പോയി കളിക്കുന്നല്ലാണ്ട് നോട്ട് എവറി ടൈം ഐ ക്യാൻ ഡു. വർക്കിന് തിരിച്ച് ടയർഡായിട്ട് വരുമ്പോഴേക്കും ഷിൽക്കമ്പ്രാണിഷിലേക്ക് അമ്മ പ്ലീസ് അമ്മ നമുക്ക് ഒരുമിച്ച് ഒന്ന് കളിച്ചാലോ എന്ന് പറഞ്ഞു. ഞാൻ പറയും ഓക്കെ നമുക്ക് നാളെ കളിക്കാം, ഇന്ന് നമ്മൾ ഏർലി ടയേർഡാന്ന് പറയും. കുറച്ച് നേരമൊക്കെ പിണങ്ങിയിരിക്കും. പിന്നെ ഞാൻ അവൾക്ക് സോപ്പ് ഇത് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്ത് ആൾ സെറ്റാക്കും. ഏറ്റവും കൂടുതൽ മോംസിക് ഒക്കെ ഉള്ളതായിരിക്കാണ്? ഒട്ടും ഞാനില്ലാണ്ട് പറ്റാത്തത് എനിക്ക് തോന്നുന്നു മൂത്ത ആൾക്കാർ. ഐ തിങ്ക് ബിക്കോസ് ആൾ ഭയങ്കര പാമ്പേർഡാണ് കുഞ്ഞുനാൾ മുതൽ. അപ്പം ഷീസ് ഐ ഡോണ്ട് നോ ലൈക്ക് ഭയങ്കര ക്ലോസ് എൻ്റെ അടുത്ത്. അവൾക്ക് ഞാൻ വേണം എല്ലാത്തിനും. 11 years ആയിട്ടോ. എന്നിട്ടും പറയാം എല്ലാത്തിനും ഞാൻ വേണം. ഇപ്പോൾ കിയാരയ്ക്ക് ഞാൻ പോണ കണ്ടാൽ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരി കരയാൻ തുടങ്ങത്തുള്ളൂ. ഇപ്പം ഞാൻ ഇല്ലെങ്കിൽ ഷീ ക്യാൻ മാനേജ്. എന്നെ കാണുമ്പോൾ ഷീ ഗെറ്റ്സ് വെരി എക്സൈറ്റഡ് അങ്ങനെ. പക്ഷെ മിയ എന്ന് പറഞ്ഞ ആൾ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ കിടക്കുന്നത്. ഞങ്ങളുടെ ബെഡ് എല്ലാ വർഷവും ഇങ്ങനെ ബിൽഡായിക്കൊണ്ടിരിക്കും പിള്ളേർ കൂടുന്നതനുസരിച്ച്. സോ നൗ ദ ബെഡ് ഇസ് ലൈക്ക് റിയലി ബിഗ്. അതിന് ബെഡ്ഷീറ്റ് കിട്ടാൻ പോലും ഭയങ്കര പാടാണ്. സോ വി ഓൾ സ്ലീപ് ടുഗെദർ, സുനോജ്, മീ ആൻഡ് ദ 3 kids. സോ യാ. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കുറേ കൊളാബറേഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ഈ കൊളാബറേഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കുന്നത്? ഇറ്റ് ഡിപ്പെൻസ് ആക്ച്വലി. ചിലവർ നമുക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കും ഇൻസ്റ്റഗ്രാമിൽ. ചിലവർ നമ്മുടെ കോൺടാക്ട് നമ്പർ ചോദിച്ചിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കും. സോ ഇറ്റ് ഡിപ്പെൻസ്.
അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എന്താ പറയുക കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് ഐ ഡിഡ് ഇവൻ നോ ലൈക്ക് കൊളാബറേഷൻ എന്താണ്. സോ വെൻ എ ബ്രാൻഡ് അപ്രോച്ച്ഡ് മീ ആൻഡ് ആസ്ക്ഡ് മീ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ ലെറ്റ്സ് ഡു ഇറ്റ്, ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട് എന്നുള്ള രീതി പോലെ നമ്മൾ സംസാരിച്ച് തുടങ്ങി. ബട്ട് ലേറ്റർ ഓൺ ആണ് നമുക്ക് നല്ല നല്ല ബ്രാൻഡ്സ്, അതായത് നാഷണൽ ലെവൽ ബ്രാൻഡ്സ് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നേരത്തെ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് മോഡലിംഗ് സ്കൂളിലോട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താണ് ഫിലിമിലോട്ട് നോക്കാതിരുന്നത്? ഫിലിമിൽ പോകണമെന്ന് എനിക്ക് ആക്ടിങ് അറിയത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നില്ല ദാറ്റ്സ് മൈ തിങ്. വല്ല ഗസ്റ്റ് റോള് സൈഡിൽ ബാക്കിലൊക്കെ നിൽക്കുന്ന പോലെ അല്ലല്ലോ. വെൻ യു ആർ ദ മെയിൻ ലീഡ് ഓർ ദ സൈഡ് മെയിൻ ലീഡ്, ഇറ്റ്സ് നോട്ട് മൈ തിങ്. ആക്ടിങ് എനിക്ക് ഒട്ടും അറിയത്തില്ല. ഓക്കെ. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണല്ലോ. എന്തായാലും ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഈ ഡ്രസ്സസൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ടു ബി ഓണസ്റ്റ്, ഫോർ മീ മോർ ദാൻ ദ ബ്രാൻഡ് ഐ ഫീൽ ഞാൻ എന്താ കംഫർട്ടബിൾ ഞാൻ അതാ എടുത്തോളൂ. ഇപ്പോൾ റോഡ് സൈഡിൽ സ്ട്രീറ്റിലൊരു നല്ല ഡ്രസ്സ് കണ്ടാൽ ഞാനത് മേടിക്കും. ഫോർ മീ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ബ്രാൻഡ് ഓവർ ദർ, ലൈക്ക് ഓ ഇത് ആ ബ്രാൻഡാണ് അപ്പോൾ ഞാൻ ഇത് ഇടുക, അങ്ങനെ എനിക്ക് അങ്ങനെ ഇല്ല. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസ് ആണ്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഇഫ് ഐ ലൈക്ക് സംതിങ് ഇവൻ ഇറ്റ്സ് ഫ്രം ദ റോഡ് സൈഡ് ഐ വിൽ ബൈ ഇറ്റ്. ലൈക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തായ്ലൻഡും സിംഗപ്പൂരൊക്കെ കുറേ നല്ല സ്ട്രീറ്റ് ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്. അവിടെ പോയിട്ട് ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട്, എനിക്ക് മാത്രമല്ല കേട്ടോ, പിള്ളേർക്കൊക്കെ ഞാൻ മേടിക്കും. സോ ഐ റിയലി എൻജോയ് സ്ട്രീറ്റ് ഷോപ്പിംഗ്. സോ യാ. ഓക്കെ. ഫ്ലവേഴ്സിൽ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ പറ്റിയിട്ട് ഈസ് ദാറ്റ് പ്രൗഡ് മൊമെന്റ്? ഡെഫിനറ്റ്ലി എ പ്രൗഡ് മൊമെന്റ്, ബിക്കോസ് കേരളയിൽ അറിയപ്പെടുന്ന കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഞാനല്ലാട്ടോ വിൻ ചെയ്തത്, ഐ വാസ് സെക്കൻഡ് റണ്ണർ അപ്പ്. പക്ഷേ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫീലിംഗ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. ഞാൻ സെക്കൻഡോ, ആ ലിസ്റ്റ് 7 പേരായിരുന്നു ചോസൺ ആയത്. അതിൽ ഒരു കൊച്ചാവാന്ന് തന്നെ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ വിൻ ചെയ്താലും വിൻ ചെയ്തില്ലെങ്കിലും എന്നെ ആ 7 ആൾക്കാരിൽ ഭാഗമാകാൻ കഴിയുന്നത് തന്നെ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ഇപ്പം നാട്ടിൽ തന്നെ എന്തുമാത്രം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ എൻ്റെ പേര് അതിൽ വരാന്ന് വെച്ചാൽ ഐ വാസ് റിയലി ഹാപ്പി. ഓക്കെ. അപ്പോൾ അതിനകത്തേക്ക് എങ്ങനെയാണ്? എനിക്ക് ഒരു ഐഡിയ ഇല്ല, നോ ഐഡിയ. ബിക്കോസ് ഞാൻ അറിഞ്ഞത് എനിക്കൊരു ഫോൺ കോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ദേ ടോൾഡ് മീ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, എത്രയോ പേരിലാണ് നിങ്ങളെ സെലക്ട് ആയെന്ന് മാത്രം പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു ഇവൻറ്റിൻ്റെ 2 ദിവസം മുന്നേ പറഞ്ഞു ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്ന 7 ആൾക്കാരിൽ നിങ്ങളുണ്ട്, സോ മേ ബി യു ക്യാൻ ഗെറ്റ് ദ ലേബിൾ എന്നുള്ള പോലെ പറഞ്ഞു. അതുകൊണ്ട് എനിക്കത് കിട്ടുമെന്നോ സെക്കൻഡ് പ്രൈസ് കിട്ടുമെന്നോ എനിക്ക് അറിയത്തില്ലായിരുന്നു. Reshma was the winner. Reshma's the best. Yeah, I really like her content as well. ആഫ്റ്റർ മാരേജ് ഒരു പെൺകുട്ടി ഇങ്ങനെ ഇത്രയും സക്സസ് ആവണമെങ്കിൽ എന്തായാലും എൻ്റെ ബാക്ക് ബോൺ ഹസ്ബൻഡ് തന്നെ ആയിരിക്കും. ഹൗസ് യുവർ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യും? ഭയങ്കര സപ്പോർട്ട്. ആൻഡ് ഐ ഹാവ് ഹേർഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആസ്ക് മീ സുനോജ് ഇത് സമ്മതിക്കുമോ? ഇവിടെ സമ്മതത്തിൻ്റെ അല്ല, ഐ തിങ്ക് ഇറ്റ് ഈസ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ഞാൻ സുനോജിനോട് ചോദിക്കാറില്ല, ഞാൻ പറയാറേ ഉള്ളൂ സുനോജ് ഞാനിങ്ങനെ ചെയ്യുവാണ്, കുഴപ്പമുണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കും. സോ ലൈക്ക് അല്ല, നിഷയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തു എന്നുള്ള ഒരു ഫുൾ ഫ്രീഡം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് നോട്ട് മെനി വുമൻ ഇൻ കേരള ഓർ ഇൻ ഇന്ത്യ ഹാസ് ദിസ് കൈൻഡ് ഓഫ് ഫ്രീഡം. ഞാൻ ഒരു കുറ്റമായിട്ട് പറഞ്ഞല്ല കേട്ടോ, ബട്ട് ഐ ഫീൽ ലൈക്ക് ഇഫ് മെൻ ക്യാൻ ഡു വാട്ട് ദേ ലൈക്ക് ഇൻ ടേംസ് ഓഫ് ട്രിപ്സ് ആണെങ്കിലും ഹോബീസ് ആണെങ്കിലും, വൈ നോട്ട് വുമൻ? നമ്മുടെ കല്യാണം കഴിഞ്ഞാലും നമുക്ക് കൊച്ചുങ്ങളുണ്ടായാലും അത് ഒരിക്കലും ഒരു ബാരിയർ ആവുക. ഞാൻ നേരത്തെ അത് പറഞ്ഞ. സോ ഐ ഫീൽ ആസ് എ ഹസ്ബൻഡ് ഹി ഈസ് totally supported me in every little way. അനുഷ ഇങ്ങനെ ആവാൻ കാരണം സനോജാണെന്ന് തോന്നുന്നുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ്. ഞാൻ പറഞ്ഞില്ലേ, മ്യൂച്വൽ ഒരു റെസ്പെക്റ്റ്, മ്യൂച്വൽ ഒരു ലവ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് എ വുമൻ ആൻഡ് എ മാൻ ക്യാൻ ഗോ ബിയോണ്ട് ഇൻ വാട്ട് എവർ ദേ ഡു. അത് കരിയർ മാത്രമല്ല, ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരുടെയും ഒരു ഒരുമ ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്. വേറെ കുറേ കാര്യങ്ങളുണ്ട് സുനോജിന് എനിക്കിഷ്ടമില്ലാത്തത്, പക്ഷേ ഒരു മെജോറിറ്റി കാര്യങ്ങൾ കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങൾ 3 സിസ്റ്റേഴ്സ് നല്ല ബോണ്ടിങ്ങിലാണല്ലോ, ബട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഡിഫറെൻറ്റ് സിറ്റീസിലാണ് താമസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബോണ്ട് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്? ഞങ്ങൾ എല്ലാ മാസവും മീറ്റ് ചെയ്യും. ആക്ച്വലി എപ്പോഴും ഞങ്ങൾ ആലുവ വീട്ടിലോട് വരും. ഞങ്ങളുടെ അമ്മയുടെ ഡാഡിയുടെയും മമ്മിയുടെ വീട് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും ഒന്നുകിൽ മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും സ്റ്റേക്കേഷൻ എപ്പോഴെങ്കിലും പോകാറുണ്ട്. ലാസ്റ്റ് വീക്ക് ഞങ്ങൾ മോൾഡീവ്സിൽ ഡാഡിയുടെയും മമ്മിയുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോയിട്ട് ഞങ്ങളുടെ എൻറ്റയർ ഫാമിലി ഉണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് ലൈക്ക് 7 ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഓൾ ദ ബോയ്സ്, ഓൾ ദ ഗേൾസ്, ഡാഡി മമ്മി. ഇറ്റ് വാസ് സൂപ്പർ ഫൺ. ഡാഡിയുടെയും മമ്മിയുടെ 42nd വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. സോ ഞങ്ങളെല്ലാവരും ഡാഡിക്കും മമ്മിക്കും അത് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പാരൻറ്റിംഗ് ഒക്കെ കൊണ്ടുപോകുന്നത്? ആർ യു സ്ട്രിക്റ്റ് ഓർ ഫ്രീ പാരൻറ്റ്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. മോസ്റ്റ്ലി ഐ എം എ ചിൽ മോം. പക്ഷേ ചില സമയത്ത് നമ്മൾ സ്ട്രിക്റ്റ് ആയില്ലെങ്കിൽ ഞങ്ങൾ പിള്ളേർ കൈവിട്ട് പോകും. സോ ഐ ഡിസിപ്ലിൻ ദം. സുനോജും ഞാനും കമ്പയർ ചെയ്യുമ്പോൾ ഞാനാണ് കൂടുതൽ സ്ട്രിക്റ്റ്. സുനോജ് ഭയങ്കര ചില്ല,
ഭയങ്കര ചില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചില്ല്. കൊച്ചുങ്ങൾ എന്താ മേടിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാലും സുനോജ് എല്ലാം മേടിച്ചു കൊടുക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലാം നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ലൈക്ക് ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ മേടിച്ചു കൊടുക്കത്തുള്ളൂ. കുട്ടികൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ അതെനിക്കറിയില്ല, അത് അവരോടാണ് ചോദിക്കേണ്ടത്. ഐ ഹാവ് നോ ഐഡിയ. പക്ഷേ ഐ എം ദ സ്ട്രിക്റ്റ് മോം, ഐ എം ദ സ്ട്രിക്റ്റ് പേരൻറ്റ് കമ്പയർഡ് ടു സുനോജ്. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു യുവർ ഫേസ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഒരു പ്രോപ്പർ സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ഒരാളാണോ? അല്ല, സത്യമായിട്ടും അല്ല. ലൈക്ക് ഐ ട്രൈ ഔട്ട് പ്രോഡക്ട്സ്, പക്ഷെ ഞാൻ ചില സമയത്ത് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറില്ല ഒരു പ്രോഡക്റ്റും. ഫേസ് വാഷ് ഞാൻ സെറ്റാഫിൽഡ് യൂസ് ചെയ്യുന്നല്ലാണ്ട് ഞാൻ വേറൊരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. ചില പ്രോഡക്ട്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കും, പക്ഷേ ഒരു 1 month 2 months കഴിഞ്ഞ് ഞാൻ ഓക്കെ എന്നാൽ വേണ്ട നിർത്തിയേക്കാൻ വേറെ പ്രോഡക്റ്റിലേക്ക് ജമ്പ് ചെയ്യും. പക്ഷേ ഫ്രം വാട്ട് ഐ ഹവ് ഹേർഡ് ഇസ് നമ്മളുടെ ഡെർമറ്റോളജിസ്റ്റ് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ നല്ല റിസൾട്ട്സ് കിട്ടുള്ളൂ. ഞാനൊരു ലേസി പേഴ്സൺ ആണ് സ്കിൻ കെയർ വെച്ച് നോക്കുമ്പോൾ. സോ ഐ തിങ്ക് ഐ ഷുഡ് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ മൈ സ്കിൻ കെയർ വെരി സൂൺ. അപ്പോൾ ഷീമാർട്ടിലൊക്കെ മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് അവർ കോൺടാക്ട് ചെയ്തത്? ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിരുന്നു? അതെ, ദാറ്റ് വാസ് ഐ തിങ്ക് ഷീമാർട്ടിയുടെ ഒരു ഏജൻസി വഴി ബുക്ക് ചെയ്ത്. എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ ദ ഏജൻസീസ് നെയിം. അപ്പോൾ അവരാണ് ഫോൺ വിളിച്ച് പറഞ്ഞത് യു ഗോട്ട് സെലക്റ്റഡ്. ഞാനും മരിയ ഡൊമിനിക്, അമ്മു ആൻഡ് നിമ്മി, ഞങ്ങൾ 4 പേർക്കും ഐ തിങ്ക് ഫോൺ ചെയ്തായിരുന്നു അവർ ഇത് ചെയ്തത്. ആൻഡ് ദെൻ വി ടുക്ക് ഇറ്റ് ഫോർവേഡ് ആൻഡ് ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. എൻ്റെ ആദ്യത്തെ എനിക്ക് സ്റ്റുഡിയോ ഷൂട്ട് അതായിരുന്നു. രാവിലെ 6 o'clock ഞങ്ങൾ പോയി, 6:30. അത് കഴിഞ്ഞിട്ട് ഫുൾ ഡേ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് 7:30 8 ആയപ്പോഴായിരുന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത്. ആ സമയത്ത് കിയാറ ഉണ്ടായിരുന്നല്ല, മീ ആൻഡ് നോറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ തിങ്ക് നോറ വാസ് അറൌണ്ട് 3.5 years old. എൻ്റെ മമ്മിയുടെ വീട്ടിലായിരുന്നു, അതായത് ആലുവയിലായിരുന്നു അവരെല്ലാവരും നിന്നത്. ആൻഡ് ഞാൻ തിരിച്ച് ലേറ്റായിട്ട്, അത്രയും ലേറ്റായിട്ട് വന്നപ്പോൾ ഐ വാസ് ലൈക്ക് എൻ്റെ ദൈവം എന്തായിരിക്കും റിയാക്ഷൻ തരാം. പക്ഷേ യു സോ എക്സൈറ്റഡ്. എനിക്ക് എൻ്റെ വീഡിയോ ഇപ്പോഴും ഉണ്ട്. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ലൈക്ക് ഓ അമ്മ തിരിച്ച് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് താങ്ക്സ് ടു മൈ മദർ, ഷീ വാസ് ദ വൺ ഹു ടുക്ക് കെയർ ഓഫ് ദാറ്റ്. ഇപ്പോൾ കൂടുതൽ പേരും ഓൺലൈൻ ബിസിനസ്സൊക്കെ നോക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസോ ടിപ്സോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്ത് ബ്രാൻഡ്സിന് അവർ ചെയ്യാൻ ബ്രാൻഡ്സ് അല്ല, എന്ത് കൈൻഡ് ഓഫ് ബിസിനസ്സാണ്, ക്ലോത്തിങ് ആണോ ജ്വല്ലറി ആണോ, മേക്ക് ഷുവർ ദറ്റ് യു ഹാവ് എൻ ഐഡിയ അബൌട്ട് വാട്ട് യു ആർ പ്ലാനിങ് ടു സോഴ്സ്. അത് കഴിഞ്ഞിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഐ ഫീൽ മോർ ദൻ അഡ്വർടൈസിങ്ങും കാര്യങ്ങളൊക്കെ ഐ തിങ്ക് സോഷ്യൽ മീഡിയ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പം കൂടുതൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മോർ ദൻ കമേഴ്ഷ്യൽസ് ഓൺ TV, ഐ തിങ്ക് പീപ്പിൾ ആർ ഓൾ പുട്ടിങ് ദെയർ മണി ഓൺ അഡ്വർടൈസ്മെൻറ്റ്സ് ഓൺ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം. മോർ ദൻ ഫേസ്ബുക്ക് എനിക്കാണ് ഇൻസ്റ്റഗ്രാം തന്നെയാണ്. ആൻഡ് ഐ തിങ്ക് അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ ഐ തിങ്ക് ആൾക്കാരിലെ കൊണ്ട് എത്തിക്കാനായിട്ട് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വേർഡ് ഓഫ് മൗത്ത് മോർ ദൻ എനിത്തിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ എത്ര കൊളാബറേഷൻസ് ചെയ്താലും ഇഫ് ദ പ്രോഡക്റ്റ് ഇസ് നോട്ട് ഗുഡ് ആൻഡ് ഇഫ് എ പേഴ്സൺ വാസ് ആക്ച്വലി ബോട്ട് ഇറ്റ് ആൻഡ് ഇസ് ടെല്ലിങ് എനിക്കതൊരു ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയി നമ്മുടെ ആ ഒരു ക്ലയൻറ്റ്. സോ മേക്ക് ഷുവർ that you make all the clients, whoever is using your product, is happy with your product and also അതിൻ്റെ ആഫ്റ്റർ സർവീസ്. ഞാൻ ആഫ്റ്റർ സർവീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത്, ഞാൻ റീസെൻ്റ്ലി താമസിച്ച കൊക്കൂൺ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഹോട്ടലിലേക്ക് പോയാൽ നമ്മൾ വരുമ്പോൾ മാത്രമല്ല അവർ ടേക്ക് കെയർ ചെയ്തു. നമ്മൾ പോണ സമയത്ത് അവർ ആകെ ചെയ്യുന്ന സൂട്ട് കേസ് നമ്മുടെ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ മറ്റേ സീ പ്ലെയിനിൽ കൊണ്ടുവെക്കും, അല്ലെങ്കിൽ മറ്റേ ലോബിൽ കൊണ്ടുവെക്കും. ബട്ട് വാട്ട് ഐ ലവ്ഡ് അബൌട്ട് കൊക്കൂണിലെ എക്സ്പീരിയൻസ് ഇസ് ദാറ്റ് ഞങ്ങൾ പൊങ്ങി പോണ വരെ അവരൊരു ബോർഡ് see you again എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ദേ ലൈക്ക് ലിറ്ററലി വേവിങ് ലൈക്ക് ഫ്രം എ വെരി ലോങ് ഡിസ്റ്റൻസ്. അത് നട്ടുച്ചയ്ക്ക് പറയുന്നത്, ചൂടെന്നൊക്കെ പറഞ്ഞാൽ ബേണിങ് ഹീറ്റ്. ദേ വർ ഹോൾഡിങ് ദറ്റ് see you again ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എൻറ്റയർ ഫാമിലിക്ക് ബായ് കൊടുത്തുകൊണ്ടിരിക്കും. സത്യം പറയല്ല കരച്ചിലൊന്നും. ഓക്കെ, അപ്പോൾ ഈ എൻ്റർപ്രണർ ജേണിയിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തത് എന്തായിരുന്നു? Entrepreneur in the sense ഡിസൈനിങ് ആണോ കോണ്ടന്റ് ക്രിയേഷനെ പറ്റിയാണോ ചോദിക്കുന്നത്? ഡിസൈനിങ്ങും ആ ഒരു ബ്രാൻഡിൻ്റെ ഇറ്റ് ഈസ് വെരി നൈസ്. എൻ്റെ എക്സ്പീരിയൻസ് ആസ് എ ഡിസൈനർ വാസ് ഓൾസോ വെരി ഗുഡ്. ഐ വാസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ് ആക്ച്വലി. ഞാൻ തന്നെ പറയുന്നല്ല, അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ടാകും, നമുക്ക് അറിയാത്തല്ലോ ഹൗ ആർ ബിസിനസ് ഇസ് ഗോയിങ്. സോ നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷേ പ്രഗ്നൻസിയുടെ സമയത്ത് രണ്ടും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു ഞാൻ ഫുൾ ഫോക്കസ് കോണ്ടന്റ് ക്രിയേഷനിൽ കൊടുത്തത്. ആൻഡ് ഇറ്റ് ഈസ് വെരി നൈസ്. ഐ ഫീൽ നമ്മൾ പെണ്ണുങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു ഹോബി കണ്ടെത്താൻ നോക്കണം. ഇറ്റ് ക്യാൻ ബി കുക്കിംഗ്, ഇറ്റ് ക്യാൻ ബി ഡിസൈനിങ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ദറ്റ് യു ലൈക്ക്. ഇപ്പം നോട്ട് മെനി പീപ്പിൾ വാല്യൂ എ ഹോം മേക്കർ. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ എയർപോർട്ടിൽ പോയപ്പോൾ ഐ റിമെമ്പർ ഒരു കപ്പിളിനെ കണ്ടു. അപ്പോൾ എൻ്റെ കൊച്ചും, അതായത് കിയാറ ബേബിയും അവരുടെ കൊച്ചും സെയിം ഏജാണ്. സോ ഐ എം ലൈക്ക് വാട്ട് ഡു യു ഡു? അപ്പോൾ ഹസ്ബൻഡ് ഒരു വിലയില്ലാത്ത പോലെ പറഞ്ഞു ഷീ ഈസ് എ ഹൗസ് വൈഫ് എന്ന്. സോ ഐ വാസ് ലൈക്ക് യു മീൻ എ ഹോം മേക്കർ എന്ന് പറഞ്ഞു. സോ ഹീസ് ലൈക്ക് യെസ് ഹോം മേക്കർ. ഐ വാസ് ലൈക്ക്, അപ്പം ഞാൻ ഈ എല്ലാം എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഹോം മേക്കർ ഇസ് ദ ബിഗ്ഗസ്റ്റ് റെസ്പോൺസിബിലിറ്റി. ബിഗ്ഗസ്റ്റ് മീൻസ് ബിഗ്ഗസ്റ്റ്, ലൈക്ക്
ടേക്കിംഗ് കെയർ ഓഫ് യുവർ ചിൽഡ്രൻ, ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഹോം, അവരുടെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അവരെന്താ ഫുഡ് കഴിക്കുന്നത്, അവരെന്താ ഇടണ്ടേ, അവരുടെ ഡ്രസ്സ് തേക്കുന്ന എല്ലാ കാര്യം. സോ ഐ തിങ്ക് മോർ ദൻ എനി ജോബ്, ഐ തിങ്ക് ബീയിങ് ദെയർ അറ്റ് ഹോം ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ കിഡ്സ് ആൻഡ് ഫാമിലി ഇസ് ദ ബിഗ്ഗസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പം വെൻ എ പേഴ്സൺ ഹൂസ് ലിവിങ് വിത്ത് യു ഡസൻറ്റ് വാല്യൂ ദാറ്റ്, ഐ തിങ്ക് ദാറ്റ്സ് റിയലി സാഡ്. അപ്പം എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഹസ്ബൻഡ്സ് അവരുടെ ഏർണിങ്സിൽ നിന്ന് കുറച്ചൊരു എമൗണ്ട് ആ ഹോം മേക്കേഴ്സിന് കൊടുക്കണം. ഹോം മേക്കേഴ്സ് ഹൗസ് എല്ലാവരും പറയുന്നത് എന്താ, ഹൗസ് വൈഫ്സ് എന്നാ പറയാം. ഹോം മേക്കേഴ്സിന് ഒരു കുഞ്ഞ് എമൗണ്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാ മാസവും സുനിലിൽ നിന്ന് മേടിക്കാറുണ്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റായിട്ട്. സോ ഐം സേയിങ് എവ്രിബഡി ഷുഡ് ഫോക്കസ് ദാറ്റ്. ബിക്കോസ് ഞാൻ ഓർക്കുന്ന ലൈക്ക് വെൻ എ ഗേൾ കംസ് ഇൻ ടു യുവർ ഹസ്ബൻഡ് സൈഡ് ഓഫ് ദ ഫാമിലി, എവ്രിതിങ് ചേഞ്ചസ് ഫോർ ഹർ. യു ആർ നോട്ട് മാരീഡ്, അപ്പോൾ ചിലപ്പോൾ ദിയയ്ക്ക് അതിൻ്റെ ഒരു അറിയത്തില്ലായിരിക്കും. എവ്രിതിങ് അവരുടെ പുള്ളിക്കാരിയുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഹെർ ഹോം ചേഞ്ചസ്, ദ പീപ്പിൾ അറൗണ്ട് ഹെർ ചേഞ്ചസ്, എല്ലാത്തിനും ഒരു മാറ്റം. ഹസ്ബൻഡ്സിന് എന്തെങ്കിലും മാറാറുണ്ടോ? ചെറുക്കന്മാർക്ക് എന്തെങ്കിലും മാറാറുണ്ടോ? യാ. സോ അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി സെയിമാണ്. അപ്പം ഞാൻ പറയുന്നത്, when you get married, if you, for, at least for some period of time, if you move into a new family, everything is new for the boy also. മനസ്സിലാവണ്ടേ ഞാൻ പറഞ്ഞത്? ചെറുക്കന്മാർക്കും പുതിയ ഒരു ലൈഫാണ്, പെണ്ണുങ്ങൾക്കും പുതിയ ഫാമിലി. ഞാൻ ഓർക്കുക, പെണ്ണുങ്ങളുടെ ആ ലൈഫ് ആ ഒരു രാത്രിയും കൊണ്ട് അപ്പനെ അമ്മേനെയും വിടുന്നു, പുതിയ ഫാമിലിയോട്ട് കയറുന്നു, ഒന്നും അറിയത്തില്ല. ലൈക്ക് എന്താ പറയുക, ലൈക്ക് സാധനങ്ങൾ എവിടെയാണ് വെച്ചേക്കുന്നത്, ലൈക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ പറയാം. സോ ഐ ജസ്റ്റ് ഫീൽ ജസ്റ്റ് ഫോർ സം ടൈം ഐ ഫീൽ രണ്ടുപേർക്കും അവരുടേതായ ഒരു എന്താ പറയുക, ഒരു വേൾഡ് വേണം ജസ്റ്റ് ഫോർ സം ടൈം. ആൻഡ് ഡെഫിനറ്റ്ലി പേരൻസിനെ ഡെഫിനറ്റ്ലി ടേക്ക് കെയർ ചെയ്യണം കേട്ടോ. ടേക്ക് കെയർ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊരു വേറെ ഒരു അർത്ഥത്തിലും എടുക്കരുത്. പക്ഷേ ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഇറ്റ്സ് എ വെരി പേട്രിയാർക്കൽ world that we live in, and I feel there is a lot to be changed. Thank goodness for me, എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് I've got a very good family, very supportive family. പക്ഷെ ഞാൻ സംസാരിക്കുന്ന മിക്ക ആൾക്കാരുടെയും പ്രോബ്ലംസ് എനിക്കറിയാം. So that's what I'm saying, and as men, like I feel they should be a little more what do you say, empathetic towards women. ഇപ്പം കല്യാണം കഴിഞ്ഞാൽ മാത്രമല്ല എല്ലാ കാര്യത്തിനും, ലൈക്ക് they should understand that even women requires that kind of help and support and love after having babies, just after marriage, everything. I think that's very important. ഓക്കെ, അപ്പോൾ നല്ല ബോൾഡ് ആൻഡ് ഹാപ്പി ലൈഫിലൂടെയാണല്ലോ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഹൂ ഇൻസ്പയർഡ് യു? ഞാൻ ഇങ്ങനെയാണ് എനിക്ക് മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യം ഞാൻ എപ്പോഴും പറയും. സോ സംടൈംസ് പീപ്പിൾ അതൊരു റൈറ്റ് വേയിൽ ചിലപ്പോൾ എടുക്കത്തില്ലായിരിക്കും, പക്ഷേ ഐ ഫീൽ ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്താ ഇഷ്ടം ചെയ്യാൻ അത് നമ്മൾ ചെയ്യണം. നമ്മൾ ഒരാളോട് പറഞ്ഞിട്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യം ഇമ്പോർട്ടൻറ്റാണ്. പക്ഷേ ഐ റിയലി ഡോണ്ട് തിങ്ക് വി ഷുഡ് ആസ്ക് എനിബഡീസ് പെർമിഷൻ ബിഫോർ ഡൂയിങ് എനിത്തിങ്. ആൻഡ് ഐ ഫീൽ ഒരു പെണ്ണിൻ്റെ ലൈഫിൽ ആദ്യം കല്യാണത്തിന് മുന്നേ നമ്മൾ പേരൻസിൻ്റെ പെർമിഷൻ ചോദിക്കും, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പെർമിഷൻ ചോദിക്കും, കൊച്ചുങ്ങളുണ്ടായി കഴിഞ്ഞാൽ കൊച്ചുങ്ങളുടെ പെർമിഷൻ ചോദിക്കും. സോ ഐ ഫീൽ we have to take the responsibility of ourselves, and I think that is very very important. പിന്നെ കല്യാണത്തിന് മുന്നേ I think you should set some kind of deal with your husband, so and so, because കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ obviously you can't change anything. അപ്പം ഡീലിന് ഞാൻ ഉദ്ദേശിക്കാം ഭയങ്കര വലിയ വലിയ ഡീൽസ് അല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ലൈക്ക് 1 വീക്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് പുറത്ത് ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കണം, ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരിക്കലും ഷോപ്പിംഗ് കൊണ്ടുപോകണം. ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യം. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്യൂട്ട് ദാറ്റ് വേ. സോ ഇറ്റ് കീപ്സ് യുവർ റൊമാൻറ്റിക് ലൈഫ് മൂവിങ് ഫോർ. അപ്പോൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യത്തിൽ നടക്കുന്നതാണ്. അവരുടെ സ്റ്റോറീസും പോസ്റ്റൊക്കെ കാണുമ്പോൾ അവർ എപ്പോഴും ഹാപ്പിയാണ്, അവരുടെ ഒരു ലൈഫ് നല്ല എൻജോയ്മെൻറ്റിലാണ് പോകുന്നതെന്ന് പലരും എടുക്കാറുണ്ട് അല്ലേ? ആ ഒരു ലൈഫ് സ്റ്റൈലാണ് അവരുടേന്ന് ഫുള്ളായിട്ട് അവർ വിശ്വസിക്കുകയാണ്. ഹൗ ഡു യു ടേക്ക്? ആക്ച്വലി അങ്ങനെ എല്ലാവരും പറയുന്നത് മാത്രമേ ഉള്ളൂ. ബട്ട് വാട്ട് ഐ ഫീൽ ഇസ്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണിക്കുന്നത് ഞാൻ കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം. സോ ഐ തിങ്ക് വാട്ട് വി ഷുഡ് ഡു ഇസ് സ്പ്രെഡ് പോസിറ്റിവിറ്റി ആൻഡ് ഓൾസോ സ്പ്രെഡ് ലവ്. നമ്മൾ ഒരിക്കലും ഒരു കാര്യം നെഗറ്റീവായിട്ട് എടുക്കാണ്ടിരുന്നാൽ മതി. നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, ലൈക്ക് if you have any problems or you're sad about anything, I don't think you should put that out there, because അത് മറ്റുള്ളവർക്ക് പിന്നെ വിഷമം അല്ലേ വരുന്നത് കൂടുതലും. സോ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലെ മോസ്റ്റ്ലി എനിക്ക് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ പൊതുവെ. ഓക്കെ, അപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ ജേർണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ്റെ ജേർണി ഇറ്റ് സ്റ്റാർട്ടഡ് ലൈക്ക്
വെരി ലോങ് ടൈം ബാക്ക്. ഐ തിങ്ക് 2017-18 ആയിരുന്നു. ഞാൻ ആദ്യം കുറേ മിയ ബേബിയുടെയും എൻ്റെയും കുറച്ച് വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ആൻഡ് എവറിബഡി റിയലി ലൈക്ഡ് ഹർ വീഡിയോസ് അലോങ് വിത്ത് മൈൻ. അപ്പോൾ അങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് റെസ്പോൺസ് എല്ലാവരുടെയും നിന്ന് വന്നത്. പിന്നെ കപ്പിൾ ഓഫ് ബ്രാൻഡ്സ് ലൈക്ക് 2-3 ബ്രാൻഡ്സ്. ബിൽവ എന്ന് പറഞ്ഞ സ്കിൻ കെയർ ബ്രാൻഡായിരുന്നു എൻ്റെ ആദ്യത്തെ കൊളാബറേഷൻ. ആൻഡ് ദേ സെൻഡ് മീ ദെയർ പ്രോഡക്ട്സ് ആൻഡ് ആസ്ക് മീ ഞങ്ങളൊന്ന് റിവ്യൂ ആണ്. ആ സമയത്ത് എനിക്ക് കൊളാബറേഷൻ എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ ദേ സെൻഡ് മീ ദെയർ പ്രോഡക്ട്സ് ആൻഡ് ദേ ആസ്ക് മീ ഇങ്ങനത്തെ ഒരു വീഡിയോ. അവരൊരു നല്ലൊരു ഹാമ്പർ തന്നെ അയച്ചു, അവരുടെ എല്ലാം നല്ല സ്കിൻ കെയറിൻ്റെ പ്രോഡക്ട്സ് ഉള്ളത്. സോ ദേ ആസ്ക് മീ ടു ഡു എ വീഡിയോ. അങ്ങനെയായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ പതുക്കെ കുഞ്ഞു വേറെ ബ്രാൻഡ്സ് അപ്രോച്ച് ചെയ്ത് അങ്ങനെ പോയി. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിൽ കൊളാബറേഷൻസ് ഒക്കെ വരുമ്പോൾ അവർ പറയുന്ന പോയിന്റ്സ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനെ ചെയ്താലാണ് ആ വീഡിയോ സെറ്റ് ആവുള്ളൂ. അങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ടുണ്ടോ എന്തെങ്കിലും കാര്യം അവരുടേതായ പ്രൊമോഷന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്ത് പറയാൻ എന്തെങ്കിലും പറഞ്ഞു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. മോസ്റ്റ്ലി ബിക്കോസ് ഇപ്പോൾ അവരങ്ങനെ പറഞ്ഞാൽ തന്നെ ഞാൻ പറയാറുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ബിക്കോസ് എസ്പെഷ്യലി സ്കിൻ കെയർ, ഞാൻ എല്ലാ സ്കിൻ കെയർ ബ്രാൻഡ്സും ഞാൻ എടുക്കാറില്ല. ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഫാഷൻ റിലേറ്റഡ് ബ്രാൻഡ്സാണ്. അപ്പം ഇപ്പോൾ സ്കിൻ കെയർ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഞാൻ എൻ്റെ ഫോളോവേഴ്സിനോട് ഞാൻ പറയാറുള്ളൂ. അല്ലാണ്ട് ഇവർ ഇത്രയും പേയ്മെൻറ്റ് തന്നു, ഇവരെന്താ പറയുന്നതെന്ന് ഞാൻ അതേപടി ഞാൻ തന്നെ ആ ഒരു സ്ക്രിപ്റ്റ് ഞാൻ ഫോളോ ചെയ്യാറില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാറുള്ളത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് റൈറ്റ്. നമ്മൾ എത്ര നാൾ നമ്മുടെ ഈ ജോലി മുമ്പോട്ട് കൊണ്ടുപോകും. ഇറ്റ്സ് ലൈക്ക് ഡിസീവിങ് യുവർ പീപ്പിൾ, യുവർ ഇൻസ്റ്റഗ്രാം ഫാമിലി, ആൻഡ് ഐ ഡോണ്ട് ഡു ദാറ്റ്. ഇൻസ്റ്റഗ്രാം ഫാമിലിനെ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? ഇൻസ്റ്റഗ്രാം ഫാമിലിനെ വാല്യൂ എന്ന് വെച്ചാൽ അവർ തരുന്ന സ്നേഹം കൊണ്ടാണ് ഞാൻ ഇത്രമേൽ എത്തിയത് തന്നെ. ബിക്കോസ് ഐ ഫീൽ മോർ ദാൻ ദ പീപ്പിൾ ഹൂ ഐ നോ ഓർ ഹൂ നോ മീ, എനിക്ക് അതിനേക്കാളും കൂടുതൽ എനിക്ക് സ്നേഹവും സപ്പോർട്ടും തന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫാമിലി. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മൈ ഫാമിലി മെമ്പേഴ്സ്. എനിക്ക് ഭയങ്കര ഹെൽപ്പും സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ചിയർ ലീഡർ എൻ്റെ അമ്മ. ഞാനൊരു പോസ്റ്റ് ഇടുന്നേക്കാളും മുന്നേ ഷീൽ സെൻഡ് ഹാർട്ട്സ് നോട്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്യൂട്ട്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ പറഞ്ഞ പോലെ കുറേ സ്ട്രേഞ്ചേഴ്സ് ആണ് ലൈക്ക് അനുഷയ്ക്ക് ഇത് ചെയ്യുന്നുണ്ട്, അനുഷ ഇങ്ങനെ ചെയ്യണം, അനുഷ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഐ ഫീൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെ ദേ വാച്ച് യു ബട്ട് ദേ ഡോണ്ട് ഡു എനിത്തിങ്. So I just feel, as friends or as very close friends, you guys should support and also criticize. ഇപ്പോൾ നമ്മളെന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്യുകയാണെങ്കിൽ ചുമ്മാ കളിയാക്കുക മാത്രമല്ല, നമ്മൾ ക്രിറ്റിസിസം മാത്രമായിട്ട് പറയാണ്ട് യു ഷുഡ് കറക്റ്റ് ദ പെർട്ടിക്കുലർ പേഴ്സൺ, അങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് പോലെ. ഐ നോ കപ്പിൾ ഓഫ് മൈ ഫ്രണ്ട്സ്, അവർ കളിയാക്കാൻ മാത്രം ഇരിക്കും. എന്നെ കണ്ട ഇത് തന്നെയാണ്, എന്നെ കാണുമ്പോഴേക്കും പറയും ഓ ദേ ഇൻഫ്ലുവൻസർ വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ടേം തന്നെ എനിക്ക് ദേഷ്യം, ഇൻഫ്ലുവൻസർ എന്നുള്ള. ഐ വുഡ് പ്രിഫറബിളി ലൈക്ക് ടു ബി കോൾഡ് എ കോണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് ദാറ്റ്സ് മൈ ജോബ്. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് കളിയാക്കണ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ അവരോട് പറഞ്ഞു, maybe you don't approve of the job I do, but I really value it. So, കളിയാക്കൽ നിർത്ത്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു സോറി, ഞാൻ എപ്പോഴും ഇങ്ങനെയായിരുന്നു, ഞാൻ എപ്പോഴും കളി. അപ്പോൾ ഞാൻ പറഞ്ഞു യു ആർ ലൈക്ക് ദാറ്റ് ബട്ട് യു കാൺട്ട് ലൈക്ക് പുട്ട് ഡൗൺ അതേഴ്സ് ബിക്കോസ് യു ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് റൈറ്റ്. അപ്പം ആൾ പറയുന്നത് ഞാൻ ചുമ്മാ കളിയാക്കുന്നത് മാത്രം, അല്ലാണ്ട് എൻ്റെ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടല്ല എന്നാണ് ആൾ പറയുന്നത്. ബട്ട് ഐ തിങ്ക് നമ്മൾ എല്ലാ പ്രൊഫഷനും അതിൻ്റെ ഒരു വാല്യൂ കൊടുക്കണം. May it be a content creation also, because like any other job ഇതിനും ഉണ്ട് കുറേ ഇത്. ഇറ്റ്സ് വെരി ഓവർ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. നമുക്കും ഡെഡ് ലൈൻസ് ഉണ്ട്. ഒരു ബ്രാൻഡ് പറയാം നമുക്ക് 2 ദിവസം ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടത്തില്ല, നമ്മുടെ വർക്കും പോകും. ആൻഡ് ഐ എം ടോക്കിംഗ് അബൌട്ട് നാഷണൽ ലെവൽ ബ്രാൻഡ്സ്. ഇപ്പോൾ ഓണത്തിനൊക്കെ ലൈക്ക് ബാക്ക് ടു ബാക്ക് എന്തുമാത്രം ബ്രാൻഡ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ദിവസം എൻ്റെ BP 200 ആയി. എനിക്ക് ആൾക്കാർ ചിരിക്കും, പക്ഷേ സത്യമായിട്ട് പറയാം. അപ്പോൾ സുനോജിൻ്റെ അടുത്ത് പറയാം നിഷ പറ്റാവുന്ന എടുത്താൽ മതി എന്ന് ഞാൻ പറയുമ്പോഴും ഐ എം ലൈക്ക് ഇറ്റ്സ് ഗുഡ് ബ്രാൻഡ്സ്. എനിക്ക് മാക്സിമം ഇപ്പം എൻ്റെ ഒരു എന്ന് വെച്ചാൽ ചുമ്മാ ചെയ്ത് കൊടുക്കില്ലല്ലോ, എനിക്ക് കിട്ടുന്ന വർക്ക് ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യും. അത് ഞാൻ ചുമ്മാ എന്നെ പൊക്കി പറയുന്നതല്ല കേട്ടോ, എൻ്റെ എല്ലാ കാര്യവും അങ്ങനെയാണ്. ഞാനൊരു ചുമ്മാ ഒരു വർക്ക് എടുക്കാറില്ല. ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ, മേഡ് ബി ഫോർ എനി ബ്രാൻഡ്. അപ്പം ഓണത്തിൻ്റെ സമയത്ത് ബാക്ക് ടു ബാക്ക് ഓരോ ബ്രാൻഡ് കൊളാബറേഷൻ വരുന്നത് അവർക്ക് 2-3 ഡേയ്സിനുള്ള ഔട്ട് വേണം, 1 ഡേ ഔട്ട്. ഫോട്ടോഗ്രാഫേഴ്സ് അവൈലബിൾ ആയാലല്ലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഓൾ മൈ ഫോട്ടോഗ്രാഫേഴ്സ് വർ ബിസി വിത്ത് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ ഞാൻ റെഗുലർലി വർക്ക് ചെയ്യുന്ന 2 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, എബിനും ഷോണും. 2 പേരും ബിസിയാണ്. അവസാനം ഞാൻ പിന്നെ എനിക്കറിയാവുന്ന ഒരു ഫോട്ടോഗ്രാഫർ വെച്ച് വർക്ക് ചെയ്തു. ബട്ട് അഗൈൻ ദി ഔട്ട്പുട്ട് കെയിം ഔട്ട് റിയലി വെൽ. സോ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്പർ ഓഫ് കൊളാബറേഷൻസ് കൂടുന്നതിനാണോ അതോ നല്ല ക്വാളിറ്റി കൊളാബറേഷൻസ് കിട്ടുന്നതിനാണോ? ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഐ യൂസ് ടു ടേക്ക് അപ്പ് എ ലോട്ട് ഓഫ് ഹോം ഗ്രോൺ ബ്രാൻഡ്സ് എടുക്കാറുണ്ട്. നാഷണൽ ലെവൽ ബ്രാൻഡ്സ് ഞാൻ കുറച്ച് എടുക്കാറുണ്ടായിരുന്നു. ബിക്കോസ് ആ സമയത്ത് നാഷണൽ ലെവൽ ബ്രാൻഡ്സിൽ ചിലപ്പോൾ എൻ്റെ പ്രൊഫൈലൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹോം ഗ്രോൺ ബ്രാൻഡ്സ് എടുക്കും, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ നാഷണൽ ലെവൽ ബ്രാൻഡ്സിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നോട്ട് ദാറ്റ് ഞാൻ ഹോം ഗ്രോൺ ബ്രാൻഡ്സിന് എടുക്കത്തേ ഇല്ല എന്നല്ല, ഐ ഡു ദാറ്റ്.
അപ്പോൾ പക്ഷെ എനിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നല്ല രീതിയിൽ ചെയ്യണം. അപ്പോൾ ഞാൻ ടൈം എടുത്തിട്ട് ഒരു മാസത്തിൽ കുറേ ചെയ്യാണ്ട് നല്ല ക്വാളിറ്റി ഓഫ് വർക്കാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഞാൻ കുറേ ഹോം ഗ്രോൺ ബ്രാൻഡ്സിനെ ഒരുമിച്ച് എടുത്തിട്ട് ഇഫ് ഐ എം നോട്ട് ഏബിൾ ടു പുട്ട് എ ഗുഡ് ഔട്ട്പുട്ട്, ഐ തിങ്ക് ഇറ്റ്സ് പോയിന്റ്ലെസ് ഡൂയിങ് ഇറ്റ്. നമ്മുടെ വർക്ക് നമ്മൾ നല്ല രീതിയിൽ ചെയ്യണമല്ലേ ദിയ, നല്ലത്. ഹസ്ബൻഡിനെ പറ്റി കുറേ സംസാരിക്കുന്ന കേട്ടു. അപ്പോൾ ഈസ് ദാറ്റ് ലവ് മാരേജ്? No, it's an arranged marriage, but arranged marriage come love. Because ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 9 to 10 months സംസാരിച്ച് കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം ഫിക്സ് ആയത്. വി ആർ പോൾസ് അപ്പാർട്ട്. ഓക്കെ, ഞാൻ ഭയങ്കര ടോക്കറ്റീവും ഐ എം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കമ്പയർഡ് ടു ഹിം. ഹീ ഈസ് എ വെരി ഇൻട്രോവേർട്ട് ആൻഡ് ഐ എം വെരി എക്സ്ട്രോവേർട്ട്. ഇപ്പോൾ സുനോജിന് ഇവിടെ വിളിച്ച് സംസാരിച്ച സുനോജ് എന്തെങ്കിലും അതൊന്നല്ലാണ്ട് ഒന്നും പറയത്തില്ല. ഹി ഹാസ് ഹിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഈസ് വെരി ക്ലോസ് ടു, ആൻഡ് ഒബ്വിയസ്ലി ഈസ് വെരി ക്ലോസ് ടു മീ. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യവും സംസാരിക്കും. പക്ഷേ ഞങ്ങളുടെ ലൈക്സും ഡിസ്ലൈക്സും മോസ്റ്റ്ലി കംസ് ടു ഫുഡ് ആൻഡ് ഓൾ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. സുനോജിന് എന്താ പറയുക, സ്പീഡ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്പീഡും ഇഷ്ടമാണ്, ഹൈറ്റും ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഈ റൈഡ്സ് ഒക്കെ ഇല്ലേ, മോളിൽ നിന്ന് എടുത്ത് ചാടുന്ന, അതിലൊക്കെ ഞാൻ പോകും. ഞാൻ നിഷ പോയിക്കുമെന്ന് ഞാൻ പറഞ്ഞ് ഹീസ് നോട്ട് ലൈക്ക് അയ്യോ ഞാൻ പോകുന്നില്ല അപ്പോൾ നിഷയും പോകണ്ടെന്നല്ല. ആ ഒരു സമയത്താണെങ്കിൽ ട്രിപ്സ് ഒക്കെ പോകുമ്പോൾ സുനു ചിലപ്പോൾ ലൈക്ക് ഞാൻ കൊച്ചിനെ നോക്കിക്കോളാം, നിഷ പോയി എൻജോയ് ചെയ്തിട്ട് വാന്നുള്ള പറഞ്ഞിട്ട് ഇത് ഹീസ് നോട്ട് ലൈക്ക് കൊച്ചുണ്ട് അപ്പോൾ നിഷ പോകണ്ട, എനിക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള അങ്ങനത്തെ ഒരു ഇതില്ല. സോ ഐ എം സേയിങ് ഓരോ കുഞ്ഞു കാര്യമാണ് ഭയങ്കര സപ്പോർട്ടീവാണ്. ലൈക്ക് ഞാൻ ഒരു കുഞ്ഞ് ആഗ്രഹം ഏതെങ്കിലും ദിവസം പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ആ പ്രോഡക്റ്റ് എനിക്ക് സത്യം പറഞ്ഞ് ഐ ലൈക്ക് സേവിങ് മണി. ഓക്കെ, അപ്പം ഹീസ് നോട്ട് ലൈക്ക് ഭയങ്കര സർപ്രൈസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് മേടിക്കുന്ന ആൾ. പക്ഷെ ഞാൻ എന്തെങ്കിലും കുഞ്ഞു കാര്യം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീൽ മേക്ക് ഷുവർ ദാറ്റ് ഹീ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ മീ. ബർത്ത്ഡേക്കൊന്നും ആയിരിക്കത്തില്ല, ചുമ്മാ. അപ്പം അഗൈൻ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞപ്പോൾ ഐ എം വൺ പേഴ്സൺ ഹു കീപ്സ് ഇൻ ട്രാക്ക് ഓഫ് എവറിബഡീസ് ബർത്ത്ഡേ. സുനോജിന് സ്വന്തം പേരൻസിൻ്റെ ബർത്ത്ഡേ പോലും ഓർമ്മയില്ല. അപ്പം ഞാൻ പറയും അമ്മച്ചിയുടെ ബർത്ത്ഡേ ഇന്ന്, പപ്പയുടെ ബർത്ത്ഡേ ഇന്ന്, നമുക്ക് അത് മേടിച്ചു കൊടുക്കാം, ഇത് മേടിച്ചു കൊടുക്കാം, എൻ്റെ ബർത്ത്ഡേ എന്തൊക്കെ അല്ല. എൻ്റെ ബർത്ത്ഡേ ഇപ്പോൾ ബൈ ഹാർട്ട് അറിയാട്ടെ, ബിക്കോസ് ഞാൻ ഉറക്കത്തിലിരുന്ന് ചോദിക്കും പറ എൻ്റെ ബർത്ത്ഡേ എന്നാ, പറ എൻ്റെ ബർത്ത്ഡേ എന്നാണ്. അപ്പോൾ ഇപ്പം പിള്ളേരുടെ ബർത്ത്ഡേസ് ഒക്കെ പഠിച്ചു വരുന്നുണ്ട്. സോ അപ്പോൾ ഹസ്ബൻഡിനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ട്, അപ്പോൾ വാട്ട് ഹീ ഡൂയിങ്, എന്താണ് ചെയ്യുന്നത് ഹസ്ബൻഡ്? He is a hotelier. He owns the Park Residency group of hotels. Almost 25 to 26 properties ഉണ്ട്. അപ്പോൾ സുനോന് ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കുമ്പോൾ ഓരോ പ്രോപ്പർട്ടീസ് മേടിച്ചിട്ട് റെനോവേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ലാസ്റ്റും കൂടെ പറഞ്ഞാൽ ഇനി എങ്ങാനും പ്രോപ്പർട്ടി മേടിച്ചു, ബിക്കോസ് ആളിപ്പോൾ കാണാറേ ഇല്ല, ബിക്കോസ് ഈ സോ ബിസി വിത്ത് ഓൾ ദ കൺസ്ട്രക്ഷൻ ആൻഡ് എവറിത്തിങ്. സോ ഐ ടോൾഡ് ഞാൻ ഇനി പ്രോപ്പർട്ടി മേടിച്ച സുനിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞങ്ങൾ പറഞ്ഞ് കളിയാക്കും. സോ ഹീ ഈസ് ഇൻ ടു ബിസിനസ്. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡ് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുക? നല്ല പണിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നല്ലൊരു സപ്പോർട്ടീവ് ഇൻലോസ് ഉണ്ട്. എൻ്റെ മദർ ഇൻ ലോയും ഫാദർ ഇൻ ലോയും ഭയങ്കര സപ്പോർട്ടീവ്. വി ഓൾ സ്റ്റേ ടുഗെദർ, മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, ഞങ്ങളുടെ പിള്ളേരും സുനോജും. അത് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് പോലെ വന്നില്ല. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ പേരും ഏജസും ഒക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. Mia, her official name is Michelle. She's 11 years old. Nora is 7 years old. And my youngest one is 2.5. ഓക്കെ, ഇപ്പോൾ പ്രസൻ്റ്ലി നടക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ വാട്ട് അബൌട്ട് യുവർ യങ്ങർ ഏജസ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിനെ എന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മ? ഞാൻ ആക്ച്വലി എൻ്റെ എൻറ്റയർ ചൈൽഡ്ഹുഡ് സ്പെൻഡ് ചെയ്ത് സൗദിയിലായിരുന്നു. ഐ ഡിഡ് ടിൽ മൈ 7th grade ഐ വാസ് ഇൻ സൗദി. ചേച്ചിയുടെ 10th standard വരെ ഞങ്ങൾ അവിടെയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി നൈസ് ടൈം ആക്ച്വലി. സൗദിയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അബായൊക്കെ ഇടണം. പക്ഷെ എന്നാലും ഞങ്ങളുടെ ഫാമിലി ഭയങ്കര ക്ലോസ് നെറ്റ് ആയാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫ്രീഡം കുറഞ്ഞ പോലെ ഒന്നും തോന്നിയിട്ടില്ല. ഡാഡിയും മമ്മിയും ഞങ്ങളൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ ജീവിച്ചത്. സോ ഇറ്റ് വാസ് ഓൾവേസ്, ഡാഡി സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ, സ്ട്രിക്റ്റ് അല്ലാതെയും പറയത്തില്ല, നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ വി വർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. എല്ലാ കാര്യവും ഞങ്ങളുടെ എല്ലാ ഗേൾ പ്രോബ്ലവും എല്ലാം ഞങ്ങൾ ഡാഡി മമ്മിയായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഈവൻ നൗ മമ്മി ഒരു ദിവസം പോലും വിളിക്കാത്ത ദിവസമില്ല. എക്സ്ട്രീംലി ക്ലോസ്. ഡാഡീനെ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ വിളിക്കുകയുള്ളൂ, ബിക്കോസ് ഡാഡിക്ക് വർക്ക് ഉള്ള കാരണം ഞങ്ങൾ അങ്ങനെ സംസാരിക്കാറില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ, ഞങ്ങൾ കൂടുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ബ്ലാസ്റ്റ്. എല്ലാ മാസവും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാറുണ്ട്, അതായത് സിബ്ലിങ്സും എല്ലാവരും. അപ്പം ഇറ്റ്സ് വെരി നൈസ്. ചേച്ചി ഈസ് ഇൻ ചെന്നൈ, ഐ ലിവ് ഇൻ കോട്ടയം. ഇപ്പോൾ നിമ്മി ഷി വാസ് ഇൻ പുനെ. ഞാൻ കോട്ടയത്തുള്ള കാരണം എൻ്റെ സ്ഥലത്തേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ കിഡിങ് കേട്ടോ, ഷീ സെറ്റിൽഡ് ഹിയർ. ഓക്കെ, അനുഷ ഡാഡീസ് ഗേൾ ആണോ അതോ മോമീസ് ഗേൾ ആണോ? ഞാൻ രണ്ടുപേരുടെയും ഗേൾസ്. ഐ ഡോണ്ട് നോ ആക്ച്വലി, ഐ എം കൺഫ്യൂസ്ഡ്. ഞാൻ കുഞ്ഞിലൊക്കെ ഐ യൂസ് ടു ലൈക്ക് ഞാൻ ഭയങ്കര ഡാഡി ഫാൻ ആയിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെലിവറി കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഓ മൈ ഗോഡ്, ദ എമൗണ്ട് ഓഫ് പെയിൻ ആൻഡ് എവറിത്തിങ് എ വുമൻ എൻഡ്യോർസ്, സംതിങ് എൽസ്. അത് ശരിക്കും ഒരു അമ്മയായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് നമ്മളൊരു ഗേളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോൾ നമ്മുടെ ലൈഫ് മാറുന്ന ദാറ്റ്സ് ആഫ്റ്റർ ഡെലിവറി. ആൻഡ് ഐ ഫീൽ
3 times ഡെലിവറി ആയി കഴിഞ്ഞിട്ട് ഈച്ച് ടൈം ഐ തിങ്ക് അബൌട്ട് മമ്മി ആൻഡ് മൈ ഗ്രാൻഡ് മദർ. എൻ്റെ ഗ്രാൻഡ് മദറിന് 10 children. എനിക്കിവിടെ 3 കൊച്ചുങ്ങൾ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റി പാടിയിരിക്കും. 10 kids. I'm like, oh God. അതും ആ ഒരു കാലത്ത് എക്സാക്ട്ലി. ബിക്കോസ് നമ്മൾ ഓരോ കൊച്ചിന് കൊടുക്കേണ്ട ആ ഒരു അറ്റൻഷൻ ഇല്ലേ, ഐ ഡോണ്ട് നോ വെരി ബി ഏബിൾ ടു ഡു ഇറ്റ്. എങ്ങനെ വീട്ടിലത്തെ ജോലി ആ സമയത്ത് മെയ്ഡ് പോലും ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇൻ മൈ ഹൗസ് ഞങ്ങളുടെ വീട്ടിൽ മെയ്ഡൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇവരൊക്കെ നോക്കേണ്ടത് അമ്മച്ചിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ആൻഡ് അച്ചാച്ചൻ ഡാഡി യൂസ് ടു ഗോ ഫോർ ഹിസ് വർക്ക്. അപ്പോൾ ഫുൾ ഡേ അമ്മച്ചി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ദീസ് 10 children. ആലോചിച്ച് നോക്കിയേക്ക്. 10 അല്ല, ആക്ച്വലി 12 എങ്ങാണ്ടായിരുന്നു. 2 പേര് ഡെലിവറി കഴിഞ്ഞിട്ട് മരിച്ചു പോയായിരുന്നു. സോ ഐ എം ലൈക്ക് ഗോഡ്, 12 deliveries is like a lot of pain. അപ്പോൾ കസിൻസിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ എന്താണ് അവരെക്കുറിച്ച് പറയാനുള്ളത്? കസിൻസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഐ തിങ്ക് 27 കസിൻ സിസ്റ്റേഴ്സും ഉണ്ട്, 4 കസിൻ ബ്രദേഴ്സും ഉണ്ട്. അത്രയും വലിയൊരു ഫാമിലിയാണ്. ഞങ്ങൾ ഇടയ്ക്ക് കൂടുതലും ഞങ്ങൾ മീറ്റ് ചെയ്യാറുള്ളത് ഫംഗ്ഷൻസിനും ഇവൻറ്റ്സിനും കല്യാണങ്ങൾക്കൊക്കെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വരും. എല്ലാവരും പുറത്ത് ആക്ച്വലി മോസ്റ്റ്ലി എൻ്റെ കസിൻസും അവരുടെ പിള്ളേരൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് മീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. ഞങ്ങൾ മീറ്റ് ചെയ്യും, കുറേ നമ്മൾ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് ജോളി അടിച്ചിരിക്കും. എൻ്റെ സ്വന്തം തറവാട്, അതായത് ഡാഡിയുടെ അമ്മയുടെ വീട് അങ്കമാലിയിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം ചില്ല് ചെയ്യും. അങ്ങനെ പിന്നെ പണ്ടത്തെ കാര്യങ്ങൾ കുറേ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വി റിമെമ്പർ ഓൾ ദ നൊസ്റ്റാൾജിക് തിങ്സ് ദാറ്റ് വി ഡിഡ് പക്ഷെ അന്നത്തെ കാലത്തിൻ്റെ ഒരു ഭംഗിയൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു ഇതിലുണ്ടെന്ന്. ആ സമയത്ത് നോ ഫോൺ, നത്തിങ്. എല്ലാം നമ്മുടെ ഈ നാച്ചുറൽ കാര്യങ്ങളല്ലേ, പുറത്ത് ഓടിക്കളിക്കുക, കുറേ സംസാരിക്കുക. ആൻഡ് ഐ ഫീൽ ആ ഒരു ഇത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആ ഒരു ലൈഫ് ഇറ്റ് വാസ് വെരി നൈസ്. ഇപ്പോൾ പണ്ട് നമ്മൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടോ ആളെ പോലെ ആകണം, അങ്ങനെ ആവണം, അങ്ങനെ വിചാരിച്ചേക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ കുറേ ആളെ വിചാരിച്ചിട്ടുണ്ട്. എല്ലാ ഫിലിം ആക്ട്രസസിനെ കാണും ഞാൻ ഓർക്കും, എന്തൊരു ഭംഗി കാണാൻ. ഐ വിഷ് ഐ വാസ് ലൈക്ക് ഐശ്വര്യ റായ്. One person I really admire, I find her so pretty. Deepika Padukone now, Priyanka Chopra. I want to look like Priyanka Chopra. I want to look like Deepika Padukone. I want to speak like Priyanka Chopra. I love both of them. രണ്ടുപേരും ഭയങ്കര ലൈക്ക് ഡിഫറെൻ്റ്ലി ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഫെയിമായി വരുമ്പോൾ എന്തായാലും ഒരു നെഗറ്റീവ് ആസ്പെക്ട്സ് ഒക്കെ വരുമല്ലേ, അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒന്നല്ല, പല നെഗറ്റീവ് കോമൻസും വരാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദെൻ ഐ റിയലൈസ്ഡ് ഇറ്റ് ഇസ് ഓൾ പാർട്ട് ഓഫ് ദി ഗെയിം. സോ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് ജസ്റ്റ് സ്പ്രെഡ് ഹാപ്പിനെസ്. ബി കൈൻഡ് ടു എവറിബഡി. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കൈൻഡ്നെസ് കോസ് നത്തിങ്. സോ ഐ കാൻ ജസ്റ്റ് പീപ്പിൾ ബി കൈൻഡ്. അപ്പോൾ ഈ കോമൻറ്റ് ചെയ്യുന്ന നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ പ്രൊഫൈലോ ഡി പി ഒന്നും ഉണ്ടാവില്ല. ആ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മളെ പുൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെസ്സേജസ് ആയിരിക്കും. ഐ റിമെമ്പർ റീസെൻ്റ്ലി എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറയായിരുന്നു, ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ടെല്ലിങ് മൈ വാച്ച് ഇസ് എ ഫേക്ക്. ജസ്റ്റ് ഫോർ യു ടു നോ ഇറ്റ് ഇസ് എൻ ഒറിജിനൽ റോളെക്സ് വാച്ച്. ഇത് ഫേക്ക് ഒന്നും അല്ല. വൈ വുഡ് ഐ യൂസ് എ ഫേക്ക്? ഞാൻ മറ്റുള്ളവർ കുറ്റം പറയുന്നതല്ല ഫേക്കായിട്ട് മേടിക്കണേൻ്റെ. ബട്ട് ജസ്റ്റ് ദാറ്റ് ഐ എം നോട്ട് യൂസിങ് വൺ. അതിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞ എന്തെങ്കിലും കോമെൻറ്റ് ഉണ്ടോ? യെസ്. കുറേ നാൾ മുമ്പ് റിഗാർഡിങ് വൺ ഓഫ് മൈ ഡോട്ടേഴ്സ് ഭയങ്കര നാസ്റ്റി കമൻറ്റ്. ആൻഡ് ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഞാൻ ഡൗൺ ആയി പോയിട്ടുണ്ട്. ആൻഡ് ദെൻ ഐ ഡിസ്കസ് വിത്ത് സുനോജ് ആൻഡ് ഐ എം ലൈക്ക് വൈ ആർ പീപ്പിൾ ബീങ് സോ ഹാഷ്. അപ്പം അന്ന് സുനോജ് പറഞ്ഞൊരു കാര്യമാണ് ഐ ടോട്ടലി ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പീപ്പിൾ പുൾ others down because they can't do anything in their life. And that's what I still believe now. അവർക്കൊരു പണിയില്ല, അവർക്ക് എങ്ങനെയെങ്കിലും നമ്മളെ താത്തിക്കെട്ടണം. അപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പുൾ ഡൗൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തളരരുത്. വി ഷുഡ് ബി സ്ട്രോങ് ആൻഡ് വി ഷുഡ് ബി മോർ ആക്റ്റീവ് ദൻ ഹൗ വി യൂസ് ടു ബി. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ആൻഡ് ഈവൻ ഫോർ ചൂസിങ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഐ എം വെരി വെരി ചൂസി. ഞാൻ ലൈക്ക് കുറേ സംസാരിക്കുമെങ്കിലും ഐ എം വെരി പെർട്ടിക്കുലർ വെൻ ഐ ചൂസ് എ വെരി ക്ലോസ് ഫ്രണ്ട്. എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള കുറേ ഫ്രണ്ട്സാണ് ഇപ്പോഴും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്. അഞ്ജു who's in America now, she's pregnant. Anna, who's my college friend. എനിക്ക് അങ്ങനത്തെ ഭയങ്കര ലൈക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ ലൈഫിലുള്ളൂ. ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ട് കാര്യമില്ല. വെൻ യു ചൂസ് ഫ്രണ്ട്സ് മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ റിയലി ഗുഡ്. സോ എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് തന്നെ ഞാൻ ലൈക്ക് ഡീൽ ചെയ്തേക്കണം. ഭയങ്കര സ്വീറ്റ് ആൻഡ് ഭയങ്കര എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻ്റെ കസിൻസാണ്. സോ ഇറ്റ്സ് വെരി നൈസ് വെൻ വി ഓൾ ഗെറ്റ് ടുഗെദർ ആസ് എ ഫാമിലി ആൻഡ് ഓൾ. സോ പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ സിസ്റ്റേഴ്സ് ആട്ടോ. സോറി. ഭയങ്കര ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്തു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
ഞാൻ പറഞ്ഞില്ലേ ആ കൊച്ചിൻ എൻ്റെ ബേബീസിനെ കുറിച്ച് എന്തോ നാസ്റ്റി കമൻറ്റ് വായിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയിട്ടുണ്ട്. അല്ല, അതൊരു സ്ട്രേഞ്ചർ ആണല്ലോ, അങ്ങനെയല്ല, വളരെ ക്ലോസ് ആയിട്ട് ഓൾറെഡി അറിയാവുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം നമുക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞു നമ്മളെ, ആളുടെ അടുത്ത് നിന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു 1.5 years വരെ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. ഭയങ്കര അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ബിക്കോസ് ഷി വാസ് എ വെരി വെരി ക്ലോസ് ഫ്രണ്ട്. ബട്ട് ദെൻ ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം ഐ എം ലൈക്ക്, ഇസ് ഷി ഈവൻ വർത്ത് ഇറ്റ്? നമ്മുടെ ലൈഫും നമ്മുടെ പ്രഷ്യസ് ടൈം വിത്ത് ആ ഫാമിലിക്ക് നമ്മൾ ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണോ? ഇസ് ഷി ആക്ച്വലി വർത്ത് ദാറ്റ് എമൗണ്ട്? ലൈക്ക് ദർ ഇസ് എ ടൈംസ് വെൻ ഐ അപ്പോളജൈസ് ടു ഹർ സോ മെനി ടൈംസ് പറഞ്ഞാൽ അതേക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു ലെവലിൽ ഞാൻ അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സംതിങ് ലൈക്ക് ഇറ്റ്സ് നോട്ട് ഇവൻ അത്രയും ഭയങ്കര ഒരു ഗ്രേവ് ഒരു മിസ്റ്റേക്ക് ഒന്നുമല്ല. ബട്ട് വാട്ട് മേ ബി ഷീ തോട്ട് ഇറ്റ് ഇൻ ദാറ്റ് വേ, ബട്ട് വാട്ട് എവർ. പക്ഷേ ഞാൻ ആ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായത്, നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ കൊച്ചുങ്ങളും നമ്മളെ കണ്ടാണ് നമ്മുടെ കൊച്ചുങ്ങൾ വളരുന്നത്. സോ ഐ തിങ്ക് ഞാനൊരു നല്ലൊരു റോൾ മോഡൽ അല്ലെങ്കിൽ വാട്ട് ഐ എം ഗോയിങ് ടു ടീച്ച് ദെം. So ഒരു ദിവസം I just decided, let it be. She doesn't want to talk. She doesn't give importance to me. She doesn't respect my feelings. Why should I go behind her? So I'm like, okay, let it be. അതങ്ങനെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. I still see her. I don't talk to her. I don't look at her, whatever. No matter what she does, it doesn't bother me anymore. There was a time it used to bother me. പക്ഷെ ഇപ്പം I'm bothered ചെയ്ത്. ഇത് ചെറുക്കനല്ല കേട്ടോ, ഗേൾ തന്നെയാണ്. അപ്പോൾ ഒരു നല്ല ഗുഡ് പാരൻറ്റിങ്ങിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സായിട്ടുള്ള മോംസിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാം. മോംസിന് കൊടുക്കാൻ പറ്റിയ ടിപ്പ്, മോംസ് എപ്പോഴും പിള്ളേരെ കുറിച്ച് ആലോചിക്കത്തുള്ളൂ, കൊച്ചുങ്ങളെ പറ്റി മാത്രമേ ആലോചിക്കുക, ഹസ്ബൻഡിനെ പറ്റി മാത്രമേ ആലോചിക്കത്തുള്ളൂ, ഫാമിലിനെ പറ്റി മാത്രമേ ആലോചിക്കൂ. പക്ഷെ അങ്ങനെ ആവരുത്. നമുക്കും നമ്മുടെ മീ ടൈം വേണം, നമുക്കും നമ്മുടെ സെൽഫ് ടൈം വരണം. ഏതെങ്കിലും ഒരു ദിവസം ബ്രേക്ക് എടുത്തിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നല്ല മസാജ് ഒക്കെ നല്ല ചില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഞാൻ പറയുക, യു ഹാവ് ടു ടേക്ക്, ഈവൻ ഇഫ് സ്റ്റേക്കേഷന് പോകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കുഞ്ഞ് ഡിന്നർ ടൈം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ലഞ്ച് വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ യുവർ ഫാമിലി ഓർ സംതിങ്. I think something that you enjoy, something with which gives you happiness, you must do. ബിക്കോസ് നമ്മുടെ ലൈഫ് കഴിയാൻ പോകുമ്പോൾ നമ്മൾ നോക്കിയ കൊച്ചുങ്ങൾ ഉണ്ടാകുമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കി നമ്മുടെ ഫാമിലി ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല, നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. നമുക്ക് അവസാനം ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. സോ what I feel is, give full love and support to the person you are. നമ്മൾ ഹാപ്പി ആണെങ്കിൽ മാത്രമാണ് നമുക്കും കൊച്ചുങ്ങളെ ഹാപ്പി ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മോമീസിന് ഞാൻ കൊടുക്കുന്ന അഡ്വൈസ്, ബി ഹാപ്പി ആൻഡ് ഡു വാട്ട് എവർ മേക്സ് യു ഹാപ്പി. അത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്കൊരു നല്ല അമ്മയാകാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ദർ ഇസ് നോ പെർഫെക്റ്റ് വേ ടു ബി എ മദർ, ബട്ട് ദ ഓൺലി തിങ് ദറ്റ് ക്യാൻ മേക്ക് യുവർ ബേബീസ് ഹാപ്പി ഇഫ് യു ക്യാൻ ബി ഹാപ്പി. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം ചിലവഴിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ അപ്സ് ഡൗൺസ് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചു. ഒരുപാട് താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് ആരാണ് ഇവിടെ ഗസ്റ്റായിട്ട് വരേണ്ടതെന്ന് കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ഫ്രം ടെയിൽസ് ആൻഡ് ബിയോണ്ട്.